എല്ലാവർക്കും നമസ്കാരം. സെക്കുലർ മാട്രിമോണി എന്ന വൈവാഹിക പങ്ക്തി അല്ലെങ്കിൽ ഒരു മാട്രിമോണിയൽ പങ്ക്തി നിങ്ങൾക്ക് ഏവർക്കും പരിചയമുള്ളൊരു സംഗതിയായിരിക്കും. അതിനെക്കുറിച്ച് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്ന് ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫോർവേഡ് മെസ്സേജസ് ആയിട്ട് വാട്സപ്പിലൂടെയും മറ്റ് ഫേസ്ബുക്കിലൂടെയൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ടാവും ഈ ഒരു സംഗതി. പല സക്സസ്ഫുൾ മാരേജ് സ്റ്റോറീസും അതിലൂടെ നിങ്ങൾ കണ്ടിട്ടുമുണ്ടാവും. എന്തായാലും വളരെ ചെറിയ ഒരു തലത്തിൽ നിന്ന് തുടങ്ങി ഇന്ന് കേരളത്തിൽ ആകമാനം ആളുകൾ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാവരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നതാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് സെക്കുലർ മാട്രിമോണിയുടെ സാരഥിയായ മനു തന്നെയാണ്. നമുക്ക് മനുവിനെ വെൽക്കം ചെയ്യാം. മനു, എന്താണ് ഈ സെക്കുലർ മാട്രിമോണി? എങ്ങനെയാണ് അത് ഇന്ന് എത്തിയൊരു തലത്തിലേക്ക് എത്തിയിരിക്കുന്നത്? എന്താണ് നിലവിലെ അതിൻ്റെ ചില സക്സസ് സ്റ്റോറീസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ളത്? വിശദമായിട്ടൊന്ന് പറഞ്ഞു തുടങ്ങാം. ഞാൻ ഈ കൂട്ടായ്മ തുടങ്ങുന്നത് മതമില്ലാത്ത ജീവിതങ്ങൾ എന്നുള്ള പേരിലാണ് ആദ്യമായിട്ട് നമ്മളൊരു കൂട്ടായ്മ തുടങ്ങുന്നത്. അത് 2014 മെയ് മാസത്തിലാണ് തുടങ്ങിയത്. അപ്പോൾ അത് തുടങ്ങുന്ന സമയത്ത് നമ്മളുടെ ഒരു ഇൻറ്റൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റർ റിലീജിയസ് ആയിട്ട് വിവാഹം കഴിക്കുന്ന ആളുകൾ, അത്തരം ആളുകളുടെ സ്റ്റോറീസ് ഷെയർ ചെയ്യാം. അതിപ്പോൾ നമ്മൾ വഴി വിവാഹം കഴിഞ്ഞതല്ല, അല്ലാതെ ഓൾറെഡി ഇന്റർ റിലീജിയസ് ആയിട്ട് വിവാഹം കഴിഞ്ഞ ആളുകളുടെ സ്റ്റോറീസ് ഷെയർ ചെയ്യുക, അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം. ഇത് എവിടെയായിരുന്നു? ഫേസ്ബുക്കിലാണ് തുടങ്ങിയത്, മതമില്ലാത്ത ജീവിതങ്ങൾ. അപ്പോൾ തുടങ്ങുന്ന സമയത്ത് അത്തരം ഒരു പ്ലാറ്റ്ഫോം വേറെ ഉണ്ടായിരുന്നില്ല. അതൊരു യുണീക്ക് പ്ലാറ്റ്ഫോം ആയിരുന്നു. അപ്പോൾ ഇത് തുടങ്ങിയിട്ട് നമ്മൾ അതിനുള്ള പബ്ലിസിറ്റി ഒന്നും കൊടുക്കാതെ തന്നെ ഒരു 50 ദിവസത്തിനുള്ളിൽ 10,000 ഫോളോവേഴ്സ് ആ പേജിന് വരികയാണ്. പിന്നെ നമ്മൾ ഇടുന്ന എല്ലാ പോസ്റ്റുകൾക്കും ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടതിന് ഒറ്റ പോസ്റ്റിന് മാത്രം ഒരു 20,000 അടുത്ത് ലൈക്കും 5,000 ഷെയർ വരെ. പേജ് ഇന്നില്ലേ അത് സംഗതി? ഇന്നുണ്ട്, പക്ഷെ അത് കുറച്ച് ഇനാക്റ്റീവ് ആണ്. അപ്പം അങ്ങനെയാണ് നമ്മൾ തുടക്കം. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഇത്തരം ആളുകൾ, അതായത് നമ്മൾ അന്ന് ചിന്തിക്കുന്നത് ഇത്രയേ ഉള്ളൂ, മതം ജാതി എന്നതിനോടൊക്കെ ചെറുപ്പം തൊട്ടിട്ടൊരു അറ്റാച്ച്മെന്റ് ഇല്ല. അതായത് നമുക്ക് ഒരു 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കണോട് കൂടിയിട്ട് ഇതൊക്കെ ഏതാണ്ട് പൂർണ്ണമായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് പോയിട്ടുള്ള സാധനമാണ്. ഇപ്പോൾ വീട്ടിലൊക്കെ ഒരു എന്താ പറയുക, മതപരമായ പശ്ചാത്തലത്തിൽ വളർന്നിട്ടുള്ള ഒരാളാണ്. പക്ഷെ എൻ്റെ ഫാദർ അങ്ങനെയായിരുന്നില്ല, അച്ഛൻ. അപ്പോൾ ആള് വിശ്വാസമൊന്നും ഇല്ലാത്ത ആളായിരുന്നു. പക്ഷെ മറ്റുള്ള ആളുകളൊക്കെ അങ്ങനെയായിരുന്നു. അപ്പം ഞാനൊരു 8ാം ക്ലാസ്സോട് കൂടിയിട്ടൊക്കെ പിന്നെ എപ്പോഴും ഞാൻ വായനശാലകളിലൊക്കെ രാത്രിക്ക് പോകുമ്പോൾ അപ്പൻ്റെ കൂടെയാണ് പോവുക. അപ്പം അങ്ങനെയൊക്കെ കുറേ കാഴ്ചപ്പാടുകളും ചിന്താഗതികളൊക്കെ അതുകൊണ്ടാണ് ഈ മതമില്ലാത്ത ജീവിതങ്ങൾ എന്നുള്ള ഒരു പേരിലേക്ക് വരാനും അതിന് തുടക്കം. അതായത് ഒരു 8ൽ പഠിക്കുമ്പോൾ തൊട്ട് തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് പരിപൂർണമായിട്ട് വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആരും ബലം പ്രയോഗിച്ച് കൊണ്ടുവന്നതോ അല്ലെങ്കിൽ വേറെ ഇപ്പോൾ യുക്തിവാദ ക്ലാസ് കേട്ടിട്ട് അങ്ങനെ ഒന്നൊന്നുമല്ല. ആളോടുള്ള സംസാരം, പിന്നെ നമ്മൾ ശാസ്ത്രമാണല്ലോ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ നമ്മുടെ ഉള്ളിൽ യുക്തിബോധമൊക്കെ ഒരു 4ാം ക്ലാസ് തൊട്ടിട്ട് തന്നെ. അല്ല, ഞാൻ ആദ്യം ചോദിച്ചത് ഇതാണ്. അത് ഇപ്പം ഈ പറയുന്ന മതവിശ്വാസം ഇല്ലാതെയാകുന്നതായാലും ഇതെല്ലാം ഒരുപാട് ആളുകൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ഈ വിവാഹം എന്ന് പറയുന്ന ഒരു സംഗതി. ഇന്ന് നമ്മൾ കണക്കാക്കുന്നത് അങ്ങനെയാണ്. ഇണയെ കണ്ടെത്തുക, ഞാൻ വിവാഹം എന്ന വാക്ക് അങ്ങനെ ഉപയോഗിക്കുന്നില്ല, ഇണയെ കണ്ടെത്തുക എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് ആ ഒരു വിഷയത്തിൽ ഇതുപോലൊരു ഇടപെടൽ നടത്തണമെന്ന തോന്നൽ വരുന്നതും ഈ പറയുന്ന സെക്കുലർ മാട്രിമോണി എന്നുള്ളൊരു ലെവലിലേക്ക് വരുന്നതിന്റെ കാരണം, അതിലേക്കുള്ള യാത്ര എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. അതാണ് പറഞ്ഞു വരുന്നത്. അപ്പം നമ്മൾ മതമില്ലാത്ത ജീവിതങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അപ്പം അതെന്ന് പറയുമ്പോൾ നമ്മൾ ഇത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ, ഇന്റർ റിലീജിയസ് ആയിട്ട് വിവാഹം കഴിക്കുക, മതം മാറ്റാതിരിക്കുക എന്നത് തന്നെ വിവാഹത്തിന് മതം പ്രശ്നമല്ല എന്നുള്ളതിന്റെ ഒരു പ്രഥമ പടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മതത്തിന്റെ ഒരു പ്രാധാന്യം വിവാഹത്തിലൊക്കെ നഷ്ടപ്പെടും. ഈ മതങ്ങൾ പ്രധാനമായിട്ട് ടാർഗറ്റ് ചെയ്യണത് വിവാഹം,
അല്ലെങ്കിൽ മരണം ഇതൊക്കെയാണ് അവരുടെ ടാർഗറ്റ്. തീർച്ചയായിട്ടും. അപ്പൊ അത്തരം അത് അവർക്ക് ഭയങ്കര ഭീഷണിയാണ്, അത്തരം ഒരു കൂട്ടായ്മകൾ അവർക്ക് ഭീഷണിയാണ്. അപ്പൊ ആ സമയത്ത് നല്ല ശ്രദ്ധിക്കപ്പെട്ടിരുന്ന ഒരു ഇതായിരുന്നു. അപ്പൊ നമ്മുടെ ഉള്ളിൽ തന്നെ ഇത്തരം വിവാഹങ്ങൾ നടക്കണം എന്നുള്ള ചിന്തയൊക്കെ അന്നുണ്ട്. ഞാനും അങ്ങനെ തന്നെയാണ് വിവാഹം കഴിക്കുക. അപ്പൊ എനിക്ക് ആ സമയത്ത് പ്രണയം ഉണ്ടായിട്ടൊന്നുമല്ല, എന്നാലും ഞാൻ വീട്ടുകാരോട് ഒരു +2 പഠിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കല്യാണം കഴിക്കുമ്പോൾ ജാതി മതം നോക്കില്ല, വയസ്സ് പോലും നോക്കില്ല. അതായത് എന്നെക്കാളും പ്രായം കൂടിയ ആളായാലും കല്യാണം കഴിക്കും വിഷയമില്ല. അന്ന് നമ്മൾ ആരെയും നോക്കിയിട്ടല്ല, ഒന്നും ഇന്റൻഷനോട് കൂടിയിട്ടല്ല, പക്ഷെ നമ്മുടെ ഉള്ള ഒരു ചിന്താഗതി ഉണ്ട്. അപ്പൊ നമ്മൾ അമ്മ വീട്ടുകാരോടായാലും, കാരണം അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കാനാണ് ബുദ്ധിമുട്ട്, അപ്പൊ അവരോടായാലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയായിരുന്നു. അപ്പൊ അപ്പോഴാണ് ഈ കൂട്ടായ്മ തുടങ്ങി. 2014 മെയ് മാസത്തിലാണ് മതമില്ലാത്ത ജീവിതങ്ങൾ എന്ന് പറഞ്ഞ കൂട്ടായ്മ ആരംഭിക്കുന്നത്. അപ്പൊ അതൊരു ആഗസ്റ്റ് സെപ്റ്റംബറോട് കൂടിയിട്ട് നമ്മൾ സെക്യുലർ മാട്രിമോണി തുടങ്ങാണ്. അപ്പൊ അതിൽ തന്നെ നമ്മുടെ ഉള്ളിൽ ആശയമുണ്ട്, എന്നാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ചില ആളുകൾ കമന്റ് ചെയ്യാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇതുപോലെ വിവാഹം കഴിക്കാൻ പറ്റുന്ന ആളുകൾക്ക് കൂടി ഈ പേജ് ഉപയോഗപ്പെടുത്തി കൂടെ, അവരുടെ സ്റ്റോറീസ് മാത്രം ഷെയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണേക്കാളും അതും കൂടി ആകുമ്പോൾ ഞങ്ങൾക്കും കുറച്ചുകൂടി ഉപകാരമാവും എന്നുള്ള രീതിയിൽ. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഇത് ആശയം കെടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കഥ പറച്ചിലിൽ നിന്നാണ് ഇന്ന് ഇങ്ങനെ ഒരു മാട്രിമോണി ഒരു ആ ഒരു ഇതിലേക്ക് വന്നത്. അതെ. അപ്പോൾ പിന്നെ ഞാൻ ആലോചിക്കുകയാണ്, എന്തിനാണ് ഈ പേജ് ഞാൻ അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്? നമുക്കിതിനൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം തുടങ്ങിക്കൂടെ എന്നുള്ള എൻ്റെ ഉള്ളിൽ തോന്നിയിട്ടുള്ള ഒരു ഇതിൻ്റെ മുകളിൽ ആളുകൾ പറയുന്നുണ്ടായില് ഞാൻ കുറെ കാലമായിട്ട് എൻ്റെ മനസ്സിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ 2014 ഓഗസ്റ്റ് സെപ്റ്റംബറോട് കൂടിയിട്ട് സെക്കുലർ മാരേജ് മാട്രിമോണി എന്ന് പറഞ്ഞിട്ട് പേജ് ആരംഭിക്കുകയാണ്. അപ്പോൾ അന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ഈ പേജിൽ, അതായത് മതമില്ലാത്ത ജീവിതങ്ങൾ പേജ് ആ സമയത്ത് ഒരു 10-15,000 ഫോളോവേഴ്സ് ഉണ്ട്. അത് അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. ശരി. ഇപ്പം തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇതുപോലെ കഥകൾ പങ്കുവെക്കുന്ന ആളുകളായിട്ട് മാറുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇന്നിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ പേജ് ഒന്നുകൂടി ആക്റ്റീവ് ആക്കി എടുക്കണം എന്ന് തോന്നുന്നുണ്ടോ? ഈ മതമില്ലാത്ത ജീവിതങ്ങൾ. അതെ. സെക്കുലർ മാട്രിമോണി എന്നുള്ള പേജ് തുടങ്ങുന്നത് അതിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഈ മതമില്ലാത്ത ജീവിതങ്ങൾ എന്നുള്ള പേജിൻ്റെ പബ്ലിസിറ്റിയാണ് ഉപയോഗിച്ചത് തുടക്കത്തിൽ. അതായത് നമ്മളിങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സെക്കുലർ മാരേജ് മാട്രിമോണി എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് തുടങ്ങി. അപ്പോൾ ആ തുടക്കത്തിൽ തന്നെ നമുക്കൊരു 10,000 ഫോളോവേഴ്സ് ഈ മതമില്ലാത്ത ജീവിതങ്ങൾ പേജിൻ്റെ ആ ഒരു ഇതിൽ കിട്ടി. കാരണം ആ പേജ് ഓൾറെഡി നല്ല റീച്ചായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. അപ്പം അങ്ങനെ കിട്ടി. അപ്പം നമ്മൾ തുടക്കത്തിൽ കുറേ ചെറിയ ചെറിയ പരസ്യങ്ങൾ, അപ്പം അതിൽ നമ്മളിങ്ങനെ ഫോട്ടോസൊന്നും അങ്ങനെ അധികം ഉണ്ടായിരുന്നില്ല. അപ്പോൾ തുടക്കത്തിൽ എങ്ങനെയുണ്ടായിരുന്നത്, 28 വയസ്സായ യുവതി, അല്ലെങ്കിൽ 25 വയസ്സായ BEd ഉള്ള യുവതി, അല്ലെങ്കിൽ 30 വയസ്സായ യുവാവ്. ഈ സുന്ദരൻ സുമുഖൻ എന്നുള്ള വാക്കുകളൊന്നുമില്ല, അത് നമ്മൾ പരമാവധി ഒഴിവാക്കാറുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന, അതായത് മതമില്ലാത്ത ജീവിതങ്ങൾ പേജിൽ പോസ്റ്റ് ഇടാൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ പോസ്റ്റ് കൊണ്ടുവരുന്ന അങ്ങനത്തെ ആളുകളൊക്കെ ഞാൻ ഇതിലും അഡ്മിനൊക്കെ ആയിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ തുടക്കത്തിൽ അവർ പോസ്റ്റ് ചെയ്യുന്ന ആ ഒരു ശൈലിയിലാണ്. അപ്പോൾ ഈ പേജിന് വലിയ റീച്ചും കാര്യങ്ങളൊന്നുമില്ല. ഈ 5,000-6,000 അതിലങ്ങനെ നിൽക്കുകയാണ്. അതിന് മാറ്റമൊന്നും വരുന്നില്ല. അപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്കും ഈ സാധനം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് ഗവൺമെൻറ് ജോലി ഉണ്ടായിരുന്നു കുറച്ച് കാലം. LICയിൽ ഡെവലപ്മെൻറ്റ് ഓഫീസറായിരുന്നു. അപ്പോൾ അത് കുറച്ച് കാലം പിന്നെ ഞാൻ പഠിക്കാൻ പോയി, MSc മാത്തമാറ്റിക്സ് പഠിക്കാൻ പോയി. അതിന് ശേഷം അത് ജോലി വിട്ടു. അന്ന് റെയിൽവേയിലും ഇതിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരുമിച്ചൊക്കെ കിട്ടിയത്. അപ്പോൾ MSc പഠിക്കാൻ പോയി. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഇതിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് മാറിയിട്ട് 2 പേജും അങ്ങനെ ഡെഡായി. അപ്പോൾ നമ്മൾ ഈ സെക്കുലർ മാരേജ് മാട്രിമോണി തുടങ്ങുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് തുടങ്ങിയത്. അപ്പോൾ അതിന് ശേഷം ആണ് നമ്മൾ DYFI സെക്കുലർ മാരേജസിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഒരു വെബ്സൈറ്റ്, അത് 2014 ഡിസംബറിലാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തുടങ്ങിയതിന് ശേഷം ആ ഒരു പ്ലാറ്റ്ഫോമിൽ പുതിയ ഇത് വന്നു തുടങ്ങി. നമ്മൾ തുടങ്ങുന്ന സമയത്ത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പുതിയ ആളുകൾ ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് സന്തോഷമാണ്. നമ്മൾ DYFIയുടെ സൈറ്റൊക്കെ നമ്മുടെ പേജിൽ കവർ പേജ് ആയിട്ട് ഇടും. കാരണം നമ്മളിതൊരു ബിസിനസ്സായിട്ട് ചെയ്യുന്നതല്ലല്ലോ. അപ്പോൾ ഇത്തരം വിവാഹങ്ങൾ നടക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അല്ലാതെ നമ്മുടെ പ്ലാറ്റ്ഫോം മാത്രം പ്രചരിക്കുക അങ്ങനത്തെ ചിന്താഗതിയൊന്നും നമുക്കില്ല. അപ്പോൾ തുടക്കത്തിലൊക്കെ ഇതിൻ്റെ കവർ പേജൊക്കെ DYFIയുടെ സൈറ്റായിരുന്നു. അപ്പോൾ ചില ആളുകൾ ഇത് DYFIയുടെ പേജാന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്.
അത് ശരി. അപ്പോൾ ഈ DYFIയുടെ സൈറ്റ് തുടങ്ങിയിട്ട് അടുത്ത ദിവസം തന്നെ ഹാക്ക് ചെയ്യപ്പെടുകയാണ്. അത് ശരി. അത് സെക്കുലർ മാരേജസ് എന്നായിരുന്നു പേര്. ഓക്കെ. അവരുടെ പേജ് ഹാക്ക് ചെയ്യപ്പെട്ടു, വെബ്സൈറ്റ് അവരുടെ. അത് ശരി. അപ്പോൾ സെക്കുലർ മാരേജസ് എന്നായിരുന്നു പേര്. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ വാർത്തകളൊക്കെ പല ഇതിലൊക്കെ വരും. അപ്പോൾ അതിന് ശേഷം കുറേ കാലങ്ങൾക്ക് ശേഷം വന്ന ഒരു വാർത്തയിൽ അതിനെ പറ്റി ഇങ്ങനെ പറയാണ്, ഇത് വീണ്ടും തുടങ്ങാനുള്ള ഉദ്ദേശം DYFI ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയണം. അപ്പോൾ DYFIയുടെ തന്നെ പേജ് സെക്കുലർ മാരേജ് മാട്രിമോണി നിലച്ച് നിൽക്കുകയാണ്. കുറേ നാളായിട്ട് അത് 2016 ശേഷം പോസ്റ്റുകളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വരികയാണ്. ആ പേജ് നിങ്ങളുടെ ആയിരുന്നു? അത് DYFIയുടെ ആയിട്ട് യാതൊരു ബന്ധമില്ല. അത് ശരി. അപ്പോൾ ആ രീതിയിൽ വരികയാണ്. അപ്പം നമ്മൾ ഇടതുപക്ഷമാണ്, DYFI പ്രവർത്തകരൊക്കെയാണ്. പക്ഷേ DYFIയുടെ ആയിട്ട് തുടങ്ങിയിട്ടുള്ളൊരു പേജല്ല, നമ്മുടേതായിട്ടുള്ള ഒരു ഇതിൽ തുടങ്ങിയത്. അപ്പം അങ്ങനെ അതും ഞാൻ എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല കേട്ടോ. അത് ഞാൻ ഇപ്പം അടുത്ത് ഗൂഗിൾ ക്രോമിൽ ഇങ്ങനെ സെക്കുലർ മാരേജ് മാട്രിമോണി എന്ന് അടിക്കുമ്പോഴാണ് ഇതൊക്കെ അറിയുന്നത്. ന്യൂസ് 18 വന്ന വാർത്തയാണ്. അപ്പം അതൊക്കെ ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കണത്. ഇങ്ങനെ ഒരു സാധനം അന്ന് വന്നിട്ടുണ്ട്, ഇത് DYFIയുടെ പേജാണെന്നുള്ള. അപ്പം നിങ്ങൾ സത്യത്തിൽ നിങ്ങൾ അറിയാതെ ഒരു അധോലോകമായി മാറിയതാണ്. അപ്പം ഈ കൊറോണ കാലഘട്ടമൊക്കെ വന്ന സമയത്ത് നമുക്കാണെങ്കിൽ ഇപ്പം ഞാൻ എൻ്റെ പഠനം ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ആ സമയമാണ്. അപ്പം ഞാൻ ട്യൂഷൻ വീടുകളിൽ പോയിട്ട് ട്യൂഷൻ എടുക്കുകയൊക്കെയാണ്. അപ്പോൾ ആ സമയത്ത് കൊറോണ ആകുമ്പോൾ ഇതൊക്കെ നിൽക്കുകയാണല്ലോ. അപ്പോൾ നമ്മുടെ ജോലികളും ഒന്നും ഇല്ലാതെ നമ്മളിങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാതിരിക്കുക. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഇതൊന്ന് നന്നാക്കി എടുത്താലോ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ സെക്കുലർ മാട്രിമോണി വീണ്ടും പുനരുജ്ജീവിപ്പിക്കാനുള്ള എൻ്റെ ശ്രമം തുടരുകയാണ്. അപ്പോൾ ആദ്യം ഉള്ള രീതിയിൽ നിന്ന് ഞാൻ തന്നെ മാറ്റി. അപ്പോൾ ആദ്യം 28 വയസ്സായ യുവതി, അങ്ങനെ അനോണിമസ് പേഴ്സൺസ് ആയിരുന്നു. ആരാ വ്യക്തി എന്നൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് ഒരു പെൺകുട്ടിയുടെ അയച്ചെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, ഫോട്ടോ തരുന്നതിൽ വിരോധമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഫോട്ടോ വെച്ചിട്ട് അവരുടെ പേരും ഒക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ട് ഇത് റീസ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ. പിന്നെ നമ്മൾ തന്നെ ഒരു തീരുമാനം എടുത്തു. അതായത് ഇനി ഇതിൽ പോസ്റ്റ് ഇടുന്ന ആളുകൾ കൃത്യമായിട്ട് അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയിട്ടായിരിക്കണം ഇത് ചെയ്യേണ്ടത്. ഒരു അനോണിമസ് ആയിട്ട് ചെയ്യേണ്ട ഒരു സാധനമല്ല. കാരണം ഇത് ആശയം പ്രചരിപ്പിക്കപ്പെടുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇനി ഫോട്ടോയും നിങ്ങളുടെ പേരൊക്കെ കൃത്യമായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ പേജിൽ പോസ്റ്റ് ഇട്ടുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു പോളിസിയിൽ ഒരു തീരുമാനമെടുത്തു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഒരു ഇടപെടുകയാണ്, ഈ മാട്രിമോണി എന്ന് പറയുന്ന ആ പേര് അത് അപ്പോഴും നിങ്ങളവിടെ കൊണ്ടു നടക്കുകയാണ് അല്ലേ? ഈ മാരേജ് മാട്രിമോണി. അപ്പം നമ്മളിപ്പോൾ ഈ സ്വതന്ത്ര ചിന്താ മേഖലയിലൊക്കെ വരുമ്പോഴും നമ്മൾ പറയുന്നത് ഈ കല്യാണം എന്ന് പറയുന്ന സംഗതി അത് മതങ്ങൾ കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു സംഗതിയാണ്. അതിൽ പലതരം പ്രശ്നങ്ങൾ നമ്മൾ പറയാറുണ്ട്, പല കാര്യങ്ങളെക്കുറിച്ചും അതിനകത്ത് സൂചിപ്പിക്കാറുണ്ട്. സ്ത്രീകളെ തളച്ചിടുന്ന ഒരു 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 ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടാണ് പലപ്പോഴും നമ്മൾ മാരേജിനെ കാണുന്നതും അല്ലെങ്കിൽ അറിയുന്നതും ഒക്കെ. അപ്പോഴും നിങ്ങൾ ഈ പറയുന്ന ഒരു പുരോഗമനത്തിൻ്റെ വക്താക്കളായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്ന നമ്മൾ ഇതുപോലെ ഒരു കാര്യം ചെയ്യുമ്പോൾ അവിടെ വീണ്ടും ഈ മാട്രിമോണി എന്ന് പറയുന്ന ഒരു സംഗതി ഉപയോഗിക്കുന്നതിനോട് എങ്ങനെയാണ് നിങ്ങൾക്ക് യോജിക്കാൻ സാധിക്കുന്നത്? അത് മാറ്റാൻ ഉള്ള ശ്രമങ്ങൾ വല്ലതും ഉണ്ടായിരുന്നു, അതോ എന്തുകൊണ്ടാണ് ആ പേര് ഇപ്പോഴും കൊണ്ടു നടക്കുന്നത്? നമ്മളെ ഇപ്പം മതമില്ലാത്ത ജീവിതങ്ങൾ പേജ് ആരംഭിക്കുമ്പോഴായാലും സെക്കുലർ മാരേജ് മാട്രിമോണി ആരംഭിക്കുമ്പോഴായാലും നമുക്ക് ഒരു ഒരു പഞ്ചായിട്ടുള്ളൊരു പേര് വേണമെന്നുള്ളൊരു ചിന്താഗതി നമുക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പോൾ മതമില്ലാത്ത ജീവിതങ്ങളൊക്കെ ഞാൻ കുറേ ആലോചിച്ചിട്ടാണ് അങ്ങനത്തെ ഒരു പേരിട്ടത്. അപ്പോൾ അതിൽ നമ്മൾ ഇപ്പോൾ 2 വ്യത്യസ്ത മതത്തിലുള്ള ആളുകൾ, ചിലത് വിശ്വാസമുള്ള ആളുകൾ ഉണ്ടായിരിക്കാം. അതായത് ഒരു മുസ്ലിം വിശ്വാസമുള്ള ഒരാൾ, ഒരു ഹിന്ദു വിശ്വാസമുള്ള ഒരാൾ, ഈ 2 പേരും വിവാഹം കഴിച്ചു. അവരവരുടെ വിശ്വാസങ്ങളിലാണ് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റോറികൾ വരെ നമ്മളതിൽ ഷെയർ ചെയ്തായിരുന്നു. നമ്മൾ വ്യത്യസ്ത മതം, അവർ മതം മാറ്റാതിരിക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു ഇത്. എന്നാൽ ആ പേജിൻ്റെ പേര് നമ്മൾ മതമില്ലാത്ത ജീവിതങ്ങൾ എന്നാണ് ഇട്ടത്. അപ്പോൾ ആ സമയത്ത് കുറേ വിമർശനങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു മതമുള്ള ആളുകളാണല്ലോ, അപ്പം നിങ്ങളെന്താണ് മതമില്ലാത്ത ജീവിതങ്ങൾ എന്നിട്ടത്? അപ്പം ഞാൻ പറഞ്ഞ വിവാഹത്തിലെ മതം ഒരു പ്രശ്നമാകാതിരിക്കുക, അതാണ് നമ്മുടെ തിരി. അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലൊക്കെ എഴുതി വെച്ചിട്ടാണ് പേജ് തുടങ്ങുന്നത്. അല്ലാതെ ആ വ്യക്തികൾക്ക് മതം ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല. അല്ല, പേജിൻ്റെ ഉദ്ദേശം അങ്ങനെയായിരുന്നു, മതമില്ലാത്ത ജീവിതങ്ങൾ എന്നുള്ള. സെക്കുലർ മാരേജ് മാട്രിമോണി തുടങ്ങിയപ്പോൾ ഇത് നമ്മളുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണല്ലോ. മറ്റേത് നമ്മളുടെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഈ കഥകൾ ഷെയർ ചെയ്യുന്നു, അവരുടെ സ്റ്റോറികൾ ഷെയർ ചെയ്യുന്നു, നമ്മളായിട്ട് ബന്ധമൊന്നുമില്ല. അത് നമ്മളത് ഷെയർ ചെയ്യുന്ന ഒരാൾ മാത്രമാണ്. മാട്രിമോണിക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് നമ്മളുടെ ഒരു ഉത്തരവാദിത്വം കൂടിയിട്ടാണ്. അപ്പം നമ്മളതിൽ അങ്ങനെ വിശ്വാസങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്ക് അത്തരം പങ്കാളികളെ കണ്ടെത്താനുള്ള കൂട്ടായ്മ എന്നുള്ള ഒരു സ്റ്റേണായിട്ടുള്ള ഒരു ഇതിൽ തന്നെയാണ്
മാരേജ് മാട്രിമോണി തുടങ്ങുന്നത്. ഓക്കെ. അതിൽ വിശ്വാസമുള്ള ആളുകളെ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നില്ല. ശരി. ഇപ്പം എൻ്റെ ഫേസ്ബുക്കിലുള്ള പേര് തന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മതവിശ്വാസങ്ങളൊക്കെ നഷ്ടപ്പെട്ട ഒരാളാണ്. പിന്നെ എനിക്ക് നമ്മളുടെ പേരിൻ്റെ കൂടെ അച്ഛൻ്റെ പേര്, ഫാദറിൻ്റെ പേര് വയ്ക്കുക, അതിനും താല്പര്യം ഉണ്ടായിരുന്നില്ല. അതൊരു പാട്രിയാർക്കൽ സിസ്റ്റത്തിൽ നിന്ന് വന്നിട്ടുള്ളൊരു സാധനമാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ 2 കാഴ്ചപ്പാടുള്ള കാരണം ഫേസ്ബുക്ക് തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ പേര് സഖാവ് മനു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങിയത്. അത് ഞാൻ പാർട്ടി അനുഭാവിയാണ്, പാർട്ടി പ്രവർത്തകനൊക്കെ ആയിരുന്നു. എന്നിരുന്നാലും എനിക്ക് അത് തലയ്ക്ക് പിടിച്ചിട്ടല്ല ഞാൻ ആ പേരിട്ടുണ്ടായിരുന്നത്. നമ്മുടെ പേര് കൊണ്ട് നമ്മുടെ ജാതി മതം തിരിച്ചറിയരുത്, നമ്മളുടെ ഫാദറിൻ്റെ പേര് നമ്മുടെ പേരിൻ്റെ പുറകിൽ ചേർക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു തോന്നലിൻ്റെ മുകളിലാണ് നമ്മളങ്ങനെ എന്തിടും എന്ന് ആലോചിച്ചിട്ട് നമ്മുടെ 2 സുഹൃത്തുക്കൾ ഓർക്കുട്ടിൽ അങ്ങനെ സഖാവ് എന്നുള്ളൊരു ചേർത്തിട്ടുള്ള പേരിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓർക്കുട്ടിലാണ് ആദ്യം ഞാൻ സഖാവ് മനു തുടങ്ങുന്നത്. അന്ന് ഫേസ്ബുക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഫേസ്ബുക്ക് എന്നുള്ളൊരു ഇത് വരുന്നതും ഞാൻ അതേ പേര് ഇതിലേക്ക് എടുക്കുന്നത്. പിന്നീട് ഞാൻ പേര് മാറ്റി, മനു മനുഷ്യജാതി എന്നുള്ള രീതിയിലേക്ക് ആ പേര് മാറ്റി. അപ്പോൾ എൻ്റെ സഖാവ് മനു എന്നുള്ള അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടു. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇത്തരം കൂട്ടായ്മ സെക്കുലർ മാട്രിമോണി നടത്തുന്നതും മതമല്ലാത്ത ജീവിതങ്ങൾ നടക്കുന്ന എൻ്റെ പേരിൽ ഒരുപാട് ഭീഷണികളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഭീഷണികൾ നേരിട്ടു എന്ന് പറയുന്നുണ്ടല്ലോ, അപ്പോൾ അത് ആരുടെ ഭാഗത്തു നിന്നാണ് ഈ ഭീഷണി കോൾ വരുന്നത്? അതല്ലെങ്കിൽ അത് ഏത് ആശയക്കാരാണ് പ്രധാനമായിട്ടും? നമ്മൾ മതമില്ലാത്ത ജീവിതങ്ങൾ പേജ് നടത്തുന്ന സമയത്ത് നമുക്ക് പോലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് കോളുകളൊക്കെ വന്നിരുന്നു. അപ്പോൾ അത് ആരാന്നും വിളിക്കണമെന്നൊന്നും അറിയില്ല. അവർ വിളിച്ചിട്ട് നമ്മളുടെ അടുത്ത് പോലീസ് എന്നാണ് വിളിക്കണത് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ അടുത്ത് കുറേ വ്യാജമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയണം. നമ്മൾ ചില ആളുകളെ ശല്യപ്പെടുത്തുന്നുണ്ടെന്ന് പരാതി കിട്ടി. അപ്പം ആരാണെന്ന് ചോദിച്ചിട്ടൊന്നും അവർ പറയുന്നില്ല. അപ്പം എനിക്ക് മനസ്സിലായി ഇവർ ഫേക്ക് ആയിട്ടാണ് പറയണത്. എന്നിട്ട് പിന്നെ അവർ നിൻ്റെ അഡ്രസ്സ് ഇതായോ? അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ പോലീസ് എന്നാണല്ലോ, അപ്പം നിങ്ങൾക്ക് അറിയാലോ, അപ്പോൾ ഞങ്ങളത് കണ്ടുപിടിച്ചോളാം. അപ്പോൾ ശരി, കണ്ടുപിടിച്ചോളൂ, നിന്റെ അമ്മയും പെങ്ങളെയും ഭാര്യേനൊക്കെ ഞങ്ങൾ ബലാത്സംഗം ചെയ്യും. ആ രീതിയിലേക്കാണ് അവസാനം ഡയലോഗ് പോകുന്നത്. പിന്നെ വധഭീഷണി പോലത്തുള്ള ഇത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മതമില്ലാത്ത ജീവിതങ്ങൾ പേജ് നടത്തുന്ന സമയത്ത് അല്ല, ഇന്ന മതം എന്നൊന്നും അല്ലല്ലോ പറയുന്നത്. പക്ഷെ എന്നാലും ഇങ്ങനെ ഇതുപോലെ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഏത് ആശയക്കാർക്കാണ്? സംഘപരിവാറാണോ അതല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളാണോ? അങ്ങനെ മതമില്ലാത്ത ജീവിതങ്ങൾ പേജ് നടത്തുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ കമന്റുകളിൽ ഭയങ്കര സഹിഷ്ണുത എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എന്താ പറയുക, മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകളുടെ ഭാഗത്തു നിന്നാണ്. അതിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് മുസ്ലിം ആളുകളും എല്ലാവരും ഉണ്ട്. അതായത് മതവിശ്വാസമുള്ള ആളുകൾ തന്നെ ഈ പേജിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ സെക്കുലർ മാട്രിമോണി നടത്തുമ്പോൾ തന്നെ അവരുടെ ഫേസ്ബുക്കൊക്കെ നോക്കുമ്പോൾ ഒരു മതവിശ്വാസമായിട്ട് നടക്കുന്ന ആളുകളായിരിക്കാം കാണുന്നുണ്ട്. ആശംസകൾ, കൺഗ്രാജുലേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെന്നെ വന്നിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ഇടയിലുണ്ട്. പക്ഷെ ഇത് തലയ്ക്ക് പിടിച്ച ആളുകളുണ്ട്. ഇപ്പം ഇവർ വന്നിട്ട് ഭയങ്കര നെഗറ്റീവ് കമന്റും ഭയങ്കര പോസ്റ്റുകളുടെ അടിയിൽ വന്നിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കലും, അങ്ങനെ ചില സമയത്ത് ചില പോസ്റ്റുകൾ അവരയച്ചെന്ന പോസ്റ്റ് തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഒരു ആളുടെ പോസ്റ്റ് ഇതുപോലെ ഷെയർ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ആ കുഞ്ഞൊക്കെ ഉള്ള ഫോട്ടോ ആണ്, ഭയങ്കര നെഗറ്റീവ് കമന്റ് അടിച്ചിട്ട് അവസാനം അവരെന്നെ അയച്ചെന്ന പോസ്റ്റാണ്, ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയുമെന്ന് അവരെന്നെ പറയേണ്ട അവസ്ഥ വന്നു. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അതിലുണ്ടായിരുന്നു. ഈ സെക്കുലർ മാരേജ് മാട്രിമോണി നടത്തുമ്പോൾ നമുക്ക് അത്തരം പ്രശ്നങ്ങൾ തുടക്കത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിലെന്ന് പറയുമ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞതല്ലല്ലോ, ഒരു മതത്തിൽ നിന്ന് വേറൊരു മതത്തിലേക്ക് കൊണ്ടുപോയി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അവിടെ വരുന്നില്ലല്ലോ. അപ്പോൾ അവിടെ പ്രധാനപ്പെട്ട പ്രശ്നം വന്നിരുന്നത് ഇതിൽ നമ്മൾ അതിൽ ജാതി മതം നോക്കില്ല എന്ന് മാത്രമല്ല, നമ്മൾ ഒരു ജെൻഡർ വ്യത്യാസം നമ്മൾ അതിൽ ഉണ്ടായിരുന്നില്ല. അപ്പം മിക്ക മാട്രിമോണികളിലും നമ്മൾ ആൺ പെൺ ആ ഒരു ബൈനറികളിൽ ഒതുങ്ങി നിൽക്കുന്നതാണ് ഭൂരിപക്ഷം. അപ്പം ഇവിടെ നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മളുടെ ഇതിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ LGBTQI കമ്മ്യൂണിറ്റീനെ കൂടി ഉൾപ്പെടുത്തുന്ന എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു കൂട്ടായ്മയാണ്. ഇതിലങ്ങനെ ജെൻഡർ വ്യത്യാസമൊന്നുമില്ല. അപ്പം നമ്മളതിൽ ട്രാൻസ്ജെൻഡർ ആളുകളായിട്ടുള്ള പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ലെസ്ബിയൻ ആയിട്ടുള്ള ഒരു പോസ്റ്റ് അതിൽ ഇട്ടിട്ടുണ്ട്, ഗേ ആയിട്ടുള്ള പോസ്റ്റുകളൊന്നും നിലവിൽ ഇട്ടിട്ടില്ല, അത്ര ആളുകൾ പറഞ്ഞിട്ടില്ല. മലയാളികളായിട്ടുള്ള വന്നിട്ടില്ല. ഒരു വിദേശത്തു നിന്ന് ഒരാളുടെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ആള് പിന്നെ പോസ്റ്റ് ഒന്നും എഴുതി തന്നില്ല. ആൾക്ക് ഇങ്ങനെ താല്പര്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഒരാൾ കണക്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു, ഇവിടെ കേരളത്തിലുള്ള ഒരു ആൾ കണക്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് പോസ്റ്റ് ഒന്നും വന്നില്ല. അല്ല, ഒരു കാര്യം ഇപ്പോൾ ഈ ഭീഷണിയുടെ ഒരു തുടർച്ചയായിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഇതുപോലെ ഇപ്പോൾ
സെക്യുലർ മാട്രിമോണി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് ഈ വിവിധ പേരുകൾ ഉപയോഗിക്കുമ്പോൾ തന്നെ ആളുകളുടെ പേര് വെച്ചുകൊണ്ട് മതം ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു കാര്യം നമുക്കിവിടെ കിട്ടുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ലവ് ജിഹാദ് പോലെയുള്ള ആരോപണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സംഘപരിവാറിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സംഘപരിവാറിന്റെ ഭാഗത്തു നിന്നേ പ്രധാനമായിട്ട് ലവ് ജിഹാദ് എന്നുള്ള ആരോപണമല്ല കൂടുതൽ. കമന്റുകളിലൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്, എന്താ പറയാ ആട് മേയ്ക്കാൻ കൊണ്ടുപോകും അത് പറയാറുണ്ട്. പക്ഷെ അത് അത്ര ഒരു തീവ്രമായിട്ടുള്ള ലെവലിലൊന്നും പോയിരുന്നില്ല. ഇങ്ങനെ അവർ വന്ന് കമന്റ് അടിക്കും. അപ്പൊ നമ്മൾ പരമാവധി ഇത്തരം ആളുകളെ നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യാറ്. കാരണം ഈ പോസ്റ്റ് ആളുകൾക്ക് അതൊരു നെഗറ്റീവ് വരരുത് എന്നുള്ള രീതിയിൽ നമ്മൾ അത്തരം ആളുകളൊക്കെ ആ പേജിൽ നിന്ന് തന്നെ ഒഴിവാക്കാണ് മാക്സിമം ചെയ്യാറ്. അപ്പോൾ ഇപ്പൊ നെഗറ്റീവൊക്കെ ആ ഭാഗത്തുനിന്ന് കുറവാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഒക്കെ ഒരുപാട് പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ആളിതുപോലെ ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, നിങ്ങൾ അതായത് ട്രാൻസ്ജെൻഡേഴ്സിന്റെ പോസ്റ്റ് ഇട്ടതിന്റെ പിന്നാലെയാണ്, നിങ്ങളെന്താ അവരെ വിൽക്കാനുള്ള ഉദ്ദേശമാണോ എന്ന് പറഞ്ഞിട്ട് ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സിന്റെ പോസ്റ്റ് ഇതിൽ നിങ്ങളെന്തിന് അവരുടെ പോസ്റ്റിൽ ഇടുന്നത്, നിങ്ങൾ അവരെ വിറ്റിട്ട് കാശുണ്ടാക്കുകയാണോ, ആ രീതിയിലൊക്കെ ഭയങ്കര ഇത്. എന്നെ വീഡിയോ കോൾ ചെയ്യുക, അതുപോലെ ഞാൻ കട്ട് ചെയ്തു, കോളൊക്കെ ഞാൻ കട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ആളുടെ ഫേസ്ബുക്ക് പരിശോധിച്ചു. അപ്പോൾ അതിന്ന് ആള് സംഘപരിവാർ പ്രവർത്തകരാണെന്ന് മനസ്സിലായി. ആളുടെ ഫേസ്ബുക്കിലും അതിലുള്ള പോസ്റ്റുകളിലൊക്കെ ആള് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തകനാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ നമുക്കങ്ങനെ ഒരു ഭീഷണി ഉണ്ടായി. അപ്പൊ ആള് ഭയങ്കര പ്രശ്നങ്ങളാണ്. അതായത് നിങ്ങളുടെ ഇതെന്ത് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ കൂട്ടായ്മയൊക്കെ ഇല്ലാതാക്കാനൊക്കെ ഞങ്ങൾക്ക് പറ്റും എന്നൊക്കെയുള്ള രീതിയിലുള്ള ഭയങ്കര സാധനങ്ങളായിരുന്നു. അപ്പൊ ഞാൻ ആളുടെ ഒരു വാട്സപ്പ് നമ്പറിൽ നിന്നാണ് എന്നെ കോൾ ചെയ്തത്. അപ്പൊ ഞാൻ ആളുടെ ആ സ്ക്രീൻഷോട്ടൊക്കെ സഹിതം ആ വാട്സപ്പ് നമ്പറിന്റെ, ഞാൻ അങ്ങനെ ചെയ്യാറുള്ളത് അല്ല. ഇപ്പൊ മുമ്പ് സെക്യുലർ മാട്രിമോണിയിൽ തന്നെ നെഗറ്റീവായിട്ടുള്ള കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ആളുകൾ പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടൊക്കെ നമ്മളെ ചീത്ത വിളിക്കും, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ അതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് ഇടുമ്പോൾ തന്നെ ഞാൻ നമ്പർ മറച്ചിട്ട് ഒക്കെയാണ് ചെയ്യാറുള്ളത്. കാരണം അത് വ്യക്തിപരമായിട്ടുള്ള സാധനമല്ലല്ലോ, ഇതൊരു ആശയ പോരാട്ടമാണല്ലോ. അപ്പൊ മാക്സിമം ഞാൻ അങ്ങനെ ചെയ്യാറ്. ഇത് പക്ഷേ അവര് എന്നെയോ സെക്യുലർ മാട്രിമോണിനെയല്ല അവര് അറ്റാക്ക് ചെയ്തത്, അവരാ കമ്മ്യൂണിറ്റീനെയാണ് ഒരു നെഗറ്റീവ് പറയുന്നത്. അപ്പൊ അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി, ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ ആളുടെ നമ്പറും ആളുടെ ഫോട്ടോയും ഒക്കെ വെച്ചിട്ട് തന്നെ പോസ്റ്റ് ഇട്ടു. അങ്ങനെ ഒരു സംഘപരിവാറായിട്ടുള്ള ഒരാളാണ്, ആളുടെ ഫേസ്ബുക്കിലത്തെ കുറച്ച് പോസ്റ്റുകളൊക്കെ ചേർത്തിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ഇട്ടു, ഫേസ്ബുക്കിലും പോസ്റ്റ് ഇട്ടു. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, ട്രാൻസ് ആളുകളെ വെച്ചിട്ടിട്ടതിന് അവർക്ക് ഭയങ്കര അസേഷൻ വന്നിട്ടുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അവരത് റിപ്പോർട്ട് ചെയ്തിട്ട് ആ പോസ്റ്റ് എടുത്തു കളഞ്ഞു. ഇനി ഇങ്ങനത്തെ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അക്കൗണ്ട് പോകുന്നു പറഞ്ഞിട്ടുള്ള വാണിംഗ് നമുക്ക് വന്നു. ഫേസ്ബുക്കിൽ നമുക്ക് അങ്ങനെ വാണിംഗ് ഒന്നുമില്ല, പക്ഷെ ഈ പോസ്റ്റ് ഇട്ടതിൻ്റെ തുടർച്ചയായിട്ട് പിന്നെ നമ്മൾ ഒരു പോസ്റ്റ് ഇടുമ്പോഴും ഒറ്റ പോസ്റ്റിനും റീച്ച് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി. അതായത് വ്യാപകമായിട്ട് റിപ്പോർട്ടിങ് വരുന്നുണ്ടെന്ന് എനിക്ക് അതിനാണ് മനസ്സിലായത്. അതായത് സാധാരണ നമ്മളൊരു പെൺകുട്ടിയുടെ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഒറ്റ ദിവസം കൊണ്ട് തന്നെ 1000-2000 ഒക്കെ ലൈക്ക് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പേജിന് പെൺകുട്ടികളുടെ പോസ്റ്റിന് വരെ 200 ലൈക്ക് 100 ലൈക്ക് അവസ്ഥയായിരിക്കും. ആണുങ്ങളുടെ ഒക്കെ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ 50 ലൈക്കൊക്കെ എത്താൻ ബുദ്ധിമുട്ടുക. അതായത് പേജ് ഭയങ്കരമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് പേജിന്റെ റീച്ചൊക്കെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത്. പിന്നെ നമ്മളുടേതായ ഒരു എഫർട്ട് എടുത്തിട്ട് വേറെ സ്പോൺസർഷിപ്പും ബൂസ്റ്റ് ചെയ്തിട്ടൊന്നുമല്ല, നമ്മളിപ്പോൾ ഇത്തരം സ്വതന്ത്ര ചിന്തകരായിട്ടുള്ള ആളുകളുടെ ഗ്രൂപ്പുകളിലൊക്കെ ഇതൊക്കെ ഷെയർ ചെയ്തിട്ടും അങ്ങനെ കുറച്ച് ആളിതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഇത്ര നേരം നമ്മൾ സംസാരിച്ചു, മനു നമ്മളോട് പറഞ്ഞു തന്നു, അതായത് എങ്ങനെയാണ് ഇവിടം വരെ എത്തിയത് എന്നുള്ളത്. തെറിവിളികളും ഭീഷണികളും അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ നേരിട്ടു, പല പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ട് ഇന്ന് നമ്മളിവിടെ എത്തി നിൽക്കുകയാണ്. ഇനി നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ മനുവിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യം, എങ്ങനെയാണ് ഇത് നടത്തിക്കൊണ്ടുപോകാനുള്ള, ഇതൊരു സംരംഭം ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നടത്തിക്കൊണ്ടുപോകാനുള്ള ചിലവ് കാര്യങ്ങൾ, ഇതെങ്ങനെയാണ് അടുത്തൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്, അതുപോലെ തന്നെ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള എന്ത് പദ്ധതിയാണ് അല്ലെങ്കിൽ എന്താണ് ആ ഒരു വിഷൻ മനസ്സിലുള്ളത് എന്നുള്ളതെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. നമ്മൾ ഈ സെക്യുലർ മാട്രിമോണി ഒരു 5000 ഫോളോവേഴ്സിൽ നിന്ന് ഈ കൊറോണ കാലഘട്ടത്തിലാണ് ഒരു 50,000 ഫോളോവേഴ്സിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ അതിനുശേഷം നമ്മളിപ്പോൾ ഇടുന്ന പോസ്റ്റുകൾ ഒരുപാട് ആളുകളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇപ്പോൾ പെൺകുട്ടികളുടെ പോസ്റ്റൊക്കെ ഇടുമ്പോൾ അവർക്ക് 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ 1000-2000 ഒക്കെ കോൾ വരികയാണ്.
അപ്പോൾ അത് എല്ലാം ആവശ്യമുള്ള കോളുകളൊന്നുമല്ല. ചിലർ വിളിച്ചിട്ട് എന്തായി, കല്യാണം എന്തായി, ഇങ്ങനെയൊക്കെ ചോദിക്കുക, സുഖാന്വേഷണം നടത്തുക. അതുപോലെ ചിലവർ വിളിച്ചിട്ട് ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്ന പെൺകുട്ടി പെട്ടെന്ന് കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പം ഇത് മാട്രിമോണി എന്ന് പേരുണ്ടെങ്കിൽ തന്നെ നമ്മളൊരു വിവാഹം എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ഒരു കൺസെപ്റ്റ്. നമ്മൾ അതിലൂടെ ഇപ്പോൾ ലിവിങ് ടുഗദർ ആയാലും ഇപ്പോൾ ഇനി സെക്യുലർ ആയിട്ടുള്ള 2 പേര് ഒരുമിച്ച് ഇപ്പോൾ ഡേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, അതൊന്നും നമ്മുടെ വിഷയമല്ല. അവരെന്ത് ചെയ്യുന്നുള്ളൂ, ചുമ്മാ പരിചയപ്പെട്ട ഒരു ചായ കുടിക്കണമെങ്കിലും അതിൽ നടക്കും. അതായത് സെക്യുലർ ആയിട്ടുള്ള ആളുകളെ തമ്മിൽ കണക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ ഉദ്ദേശം. അവരെ വിവാഹം നടത്തി കൊടുക്കുക എന്നുള്ളതല്ല. അപ്പോൾ അതിലൊരു പെൺകുട്ടി പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു, ഞാൻ പെട്ടെന്ന് വിവാഹം കഴിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല, 2 വർഷം കഴിഞ്ഞിട്ട് എന്തായാലും മാധ്യമ പ്രവർത്തകയാണ്, 2 വർഷം കഴിഞ്ഞിട്ടാണ് എന്തായാലും കല്യാണം കഴിക്കുന്നുള്ളൂ. അപ്പം ഇപ്പോൾ ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിൽ കൂടെ ഇരിക്കാൻ പറ്റുന്ന കുറച്ച് ആളുകളെയാണ് ഞാൻ തേടുന്നത്. എന്നിട്ട് അവരോട് സംസാരിച്ചിട്ട് ഒരു വൈബൊക്കെ വന്നു കഴിഞ്ഞാൽ 2 വർഷത്തിനൊക്കെ ശേഷം കല്യാണത്തിനെ പറ്റി ആലോചിക്കാം. ഇങ്ങനെയാണ് അതിൻ്റെ പോസ്റ്റ്. വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള പോസ്റ്റ്. അപ്പോൾ അവർക്ക് ഒരു 2000-3000 കോഡ് വരികയാണ്. എന്നിട്ട് ചില ആളുകൾ വിളിച്ചിട്ട് പെട്ടെന്ന് കല്യാണം കഴിക്കണില്ല എന്ന് പറയുമ്പോൾ അതിൽ പോസ്റ്റിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ളതാണ്. പിന്നെ എന്തിനാണ് നിങ്ങളിപ്പോൾ പോസ്റ്റ് ഇട്ടത്, നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞൂടെ? അത് വിളിക്കണത് നട്ടപ്പാതിരക്കാണ്. അപ്പോൾ അവരുടെ എന്താ കല്യാണം കഴിച്ചാലൊന്നും ചോദിക്കുന്നുണ്ടാവും. അല്ല, നിങ്ങൾ പോസ്റ്റ് എന്തിനാ ഇടുന്നത്, നിങ്ങളെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടി ചൂടാവുക. അപ്പൊ നമുക്കത് അവര് പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളയും, ഞങ്ങൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട്, ഞങ്ങൾക്ക് അത് ഭയങ്കര ശല്യാവുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ പറഞ്ഞു. അപ്പൊ നമ്മൾ അവരോട് പറഞ്ഞു നമ്പറൊക്കെ ഒഴിവാക്കാൻ തൽക്കാലം എന്ന് പറഞ്ഞിട്ട് നമ്പറൊക്കെ അതിന് എടുത്ത് ഒഴിവാക്കി. അപ്പോൾ അപ്പോഴാണ് നമ്മൾ ആലോചിക്കണത്, ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതധികം മുന്നോട്ട് പോവില്ല. കാരണം ഒരനുഭവം അല്ല അത്, നമുക്ക് 2-3 പോസ്റ്റുകൾ അതുപോലെ ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വന്നിട്ടുണ്ട്. കോളുകൾ, അനാവശ്യ കോളുകളൊക്കെ വന്നിട്ട് അവർ വിളിച്ചിട്ട് വേറെ തെറി വിളിക്കുക അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പോലും ഇത് ആ വ്യക്തികളുടെ നമ്പർ നേരിട്ട് കൊടുക്കുകയാണ്. കാരണം നമ്മൾ ഇന്ന് ഒരു ലാഭം എടുത്തിരുന്നില്ല. അപ്പൊ ആ സമയത്ത് തന്നെ ഏകദേശം ഈ പറയുന്ന സമയത്ത് തന്നെ ഏകദേശം ഒരു 25ഓളം കല്യാണങ്ങൾ അതിലൂടെ നടന്നിട്ടുണ്ട്. അത് ഈ കൊറോണ കാലഘട്ടത്തിലാണ്. അപ്പൊ ഇവരുടെ അടുത്തൊന്നും നമ്മൾ 1 രൂപ പോലും ആരുടെയും വാങ്ങിയിട്ടില്ല. അപ്പൊ പലവരും കല്യാണത്തിന് വിളിക്കും, നമ്മൾ കല്യാണത്തിന് പോകും, പങ്കെടുക്കും, സന്തോഷത്തോടെ തിരിച്ചു പോയി. അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ അവരോട് ഇത്ര പൈസ വേണമെന്നോ അവർ നമ്മളോട് വേണമെന്ന് ചോദിക്കലൊന്നുമില്ല. കാരണം നമ്മളുടെ ഉദ്ദേശം അതല്ലല്ലോ. പിന്നെ ചിലവർ പറയുമ്പോഴും നമ്മൾ പറയാ നമ്മളെ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല, നമ്മളിതൊരു പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നൊരു സാധനമല്ല, നമ്മളൊരു സന്തോഷം ഇത്തരം ആളുകളെ ഒന്നിപ്പിക്കുക എന്നുള്ളൊരു എൻ്റെ ഒരു ചിന്താഗതിയുടെ മുകളിൽ തുടങ്ങിയതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആരുടെയും പൈസ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ നമുക്ക് അവരുടെ നമ്പർ ഡയറക്റ്റ് വെച്ചാൽ ഇത് മുന്നോട്ട് പോവില്ല എന്ന് മനസ്സിലായി. കാരണം പോസ്റ്റ് ഇടുക, അടുത്ത ദിവസം തന്നെ ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വരിക. അപ്പോൾ ഇത് ഈ കൂട്ടായ്മയുടെ മുന്നോട്ട് പോക്ക് ഭയങ്കര പ്രശ്നത്തിലായി. പിന്നെ പെൺകുട്ടികൾ തന്നെ വളരെ കുറച്ച് പേരാണ് പ്രൊഫൈലുകൾ തന്നിരുന്നുള്ളൂ. ഒരു മാസത്തിൽ ഒരു 1-2 പെൺകുട്ടികളുടെ മാത്രം, ബാക്കിയൊക്കെ ആൺ പ്രൊഫൈലുകൾ മാത്രം വന്നിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു സംവിധാനം മാറ്റണം. അപ്പോൾ എങ്ങനെ മാറ്റണം എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മളുടെ ഒരു നമ്പർ, ഒരു ഒഫീഷ്യൽ നമ്പറായിട്ട് വെക്കുക. വിളിക്കുന്ന ആളുകൾ ഇപ്പോൾ ആദ്യം കോൾ ചെയ്യുമ്പോൾ കിട്ടാത്ത നമ്പറാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണമല്ലോ, കോൾ ചെയ്യാൻ നമുക്കത് ബുദ്ധിമുട്ടായി വന്നാൽ അത് പ്രശ്നമാവല്ലോ. അപ്പോൾ കോൾ ചെയ്താൽ കിട്ടാത്തൊരു നമ്പറാണ് വെച്ചത്, വാട്സപ്പ് മാത്രമാണ് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു നമ്പർ വെച്ചു. അപ്പോൾ എനിക്കത് ഡീൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാരണം ഞാനൊരു PSC കോച്ചിങ്ങിന് പഠിക്കാൻ എനിക്കിപ്പോൾ പ്രത്യേകിച്ച് ഒരു തൊഴിലുണ്ടെന്ന് പറയാൻ പറ്റില്ല, സ്ഥിരം തൊഴിലുണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എനിക്കൊരു PSC കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതെല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പേജിലൊരു പോസ്റ്റ് ഇടുകയാണ്, നമ്മളൊരു ക്രൂഷ്യൽ അവസ്ഥയിലാണ്, നമുക്കൊരു തീരുമാനം എടുക്കാൻ നിങ്ങളോടും കൂടി അഭിപ്രായം, കാരണം ഇതൊരു പൊതു പ്ലാറ്റ്ഫോമാണല്ലോ, ഇത് എൻ്റെ ഒരു ഇതെന്ന് പറയാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ ഒരു സ്ഥലങ്ങളിലും മുമ്പിട്ട തുടക്കത്തിൽ ഇത് ഞാൻ നടത്തുന്നതാണെന്ന് കൊണ്ട് ഒരിക്കൽ എഴുതി വെച്ചിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു കൂട്ടായ്മ അത്രയും നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിൽ അഡ്മിന്മാരായാലും ഞാൻ അവർക്ക് എൻ്റേതായിട്ടുള്ള വലിയ നിർദ്ദേശം കൊടുക്കൊന്നുമില്ല. അവർക്ക് സ്വതന്ത്രമായിട്ട് ഇതിൽ പോസ്റ്റ് ഇടാം, ഇതിൽ ഇടപെടാം, അങ്ങനെയൊക്കെയായിരുന്നു. നമ്മളെ ഒരു റെസ്ട്രിക്ഷനോ ഒന്നും ഉണ്ടായിരുന്നില്ല, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഭൂരിഭാഗം ഞാൻ തന്നെയാണ് ചെയ്തിരുന്നത്. കാരണം അവർക്ക് അവരുടേതായ നമ്മളെ പോലെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ആളുകൾ കുറവായിരുന്നു. ഒരു കാലഘട്ടത്തിൽ കുറെ കാലം നിന്നിരുന്ന ആളുകളുണ്ട്. സ്ത്രീകളടക്കമുള്ള ആളുകൾ 1 വർഷത്തോളമൊക്കെ സപ്പോർട്ട് ചെയ്തതാ. ഇപ്പൊ കണ്ണൂർ ഒരു ശുഭാന്ന് പറഞ്ഞ കുട്ടിക്ക് ഉണ്ടായിരുന്നു, കുറെ കാലം നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടായിരുന്നു.
അപ്പം അങ്ങനെ ഒരു ആളുകളുണ്ട്. ഒരു മുജീബ് എന്ന് പറഞ്ഞൊരു പയ്യൻ ഉണ്ടായിരുന്നു. ഈ മതമില്ലാത്ത ജീവിതങ്ങളിലൊക്കെ അവനാണ് കുറേ സപ്പോർട്ട് ചെയ്തത്. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിലും പിന്നെ അവർക്ക് അവരുടേതായ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ മാറിപ്പോവാണ്. അപ്പോൾ ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ ഇത് ഞാൻ എല്ലാ കോളുകളും മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ എളുപ്പമാവില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ പോസ്റ്റ് ഇട്ടു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഡയറക്റ്റ് നമ്പർ കൊടുക്കുന്നത് ഒഴിവാക്കിയിട്ട് നമ്മളുടെ ഒരു ഒഫീഷ്യൽ നമ്പർ വയ്ക്കാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ അത് എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാനൊരു സ്റ്റാഫിനെ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, മാന്യമായിട്ടുള്ള ശമ്പളം. അപ്പോൾ അവർക്ക് ഞാൻ ഒരു മാസം 15,000 രൂപ കൊടുക്കുന്നുണ്ട്. അങ്ങനെ തുടക്കത്തിൽ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം മറ്റു മാട്രിമോണികളിലൊക്കെ അവർ വല്ല 5,000 രൂപയോ 6,000 രൂപയാണ് കൊടുക്കാറുള്ളത്. അത് ഒരു ശരിയല്ലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ തുടക്കത്തിൽ തന്നെ ആ വെച്ചിട്ടുള്ള സ്റ്റാഫിനോട് പറഞ്ഞത് എനിക്കിതൊന്ന് 15,000 രൂപ കിട്ടണമെന്നുണ്ടെങ്കിലും അത് തരാം. എനിക്കിതൊന്നൊരു ലാഭം പ്രതീക്ഷിച്ചിട്ടല്ല. പക്ഷേ കാരണം അവരുടെ ഉണ്ടായിരുന്ന ജോലികൾ വേണ്ടാന്ന് വെച്ചിട്ടാവും അവർ ഇത് ചെയ്യുന്നുണ്ടാവും. അപ്പം നമുക്ക് അവർക്കൊരു മാന്യമായ ശമ്പളം കൊടുക്കണം എന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഏറ്റവും പ്രധാനം നമ്മൾ കൊടുക്കുന്ന ഒരു സർവീസാണ്. ആ സർവീസിന് ഒരു ക്വാളിറ്റി ഉണ്ടാകണം. അതെ. അപ്പം ഞാൻ അങ്ങനെ ഒരാളെ സ്റ്റാഫ് വയ്ക്കുകയാണ്. സ്റ്റാഫ് വെച്ചിട്ട് പുതിയ നമ്പർ ഇതിന് വേണ്ടി നിലവിലിപ്പോൾ ഒരു സ്റ്റാഫാണുള്ളത്. നമ്മൾ ഒരു പുതിയ നമ്പർ ഇതിനു വേണ്ടി സെപ്പറേറ്റ്. ആദ്യം ആ കുട്ടി ഉപയോഗിച്ചിരുന്ന നമ്പർ തന്നെയാണ്, പേഴ്സണൽ നമ്പർ അല്ല, അധികം പേരുടെ ഒന്നും ഇല്ലാത്തൊരു നമ്പറാണ് ഉപയോഗിച്ചിരുന്നത്. ആ നമ്പറാണ് ഇപ്പൊ നമ്മളിവിടെ അല്ല, പിന്നെ അത് മാറ്റി. ആ നമ്പറാണ് നമ്മളിപ്പോൾ ഇവിടെയൊക്കെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, പിന്നെ ആ നമ്പർ മാറ്റി നമ്മൾ ഒഫീഷ്യലായിട്ട് ഇതിനു വേണ്ടി ഒരു നമ്പർ എടുത്തു. അങ്ങനെയാണ് നിലവിൽ ചെയ്യണത്. അപ്പോൾ ആളുകൾ അതിലേക്ക് മെസ്സേജ് അയക്കും, വാട്സപ്പ് മെസ്സേജ് അയക്കും. കൂടുതൽ വാട്സപ്പാണ് പ്രിഫർ ചെയ്യണത്. നമ്മൾ എഴുതാറുണ്ട് വാട്സപ്പ് അല്ലെങ്കിൽ ടെലിഗ്രാമിൽ അയക്കാൻ പറയും. അപ്പോൾ ആളുകൾ ഇന്നാളുടെ നമ്പർ വേണമെന്ന് പറയും. ഇവർ സെക്കുലർ ആണോ എന്ന് നമ്മൾ പരിശോധിക്കും. നമ്മളൊരു ഗൂഗിൾ ഫോം അവരെ കൊണ്ട് ഫില്ല് ചെയ്ത് വാങ്ങും. അപ്പോൾ അതിൽ കുറച്ച് ചോദ്യാവലി ഉണ്ട്. അപ്പോൾ അതിൽ ചിലപ്പോൾ അവർ ജാതി മതവിശ്വാസം ഉണ്ടോ, അപ്പോൾ ചിലവർ യെസ് എന്ന് ഫില്ല് ചെയ്യും. അല്ലെങ്കിൽ ദൈവവിശ്വാസം ഉണ്ടോ എന്നൊക്കെ ചോദ്യമുണ്ട്. അപ്പോൾ യെസ് എന്ന് ഫില്ല് ചെയ്യും. അപ്പോൾ പിന്നെ നമ്മൾ അവർക്ക് നമ്പർ കൊടുക്കില്ല. ഇനി ചിലവരുടെ നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി അവർ ഫേസ്ബുക്ക് ID ഒക്കെ നമ്മളതിൽ വാങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ നമുക്കൊരു സെക്കുലറാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമാണ് നമ്മളവർക്ക് നമ്പർ കൊടുക്കുള്ളൂ. അപ്പോൾ മറ്റത് 2,000-3,000 കോള് വന്നിടത്ത് ഇത് പരമാവധി അവർക്ക് 50 കോളേ വരുള്ളൂ. അത്രയും വരാറില്ല, ഒരു 10-20 കോള്. അപ്പോൾ നമുക്ക് ഒരു 500-500 വന്നാൽ അതിന് ചിലപ്പോൾ ഒരു 10 ആൾക്കോ 20 ആൾക്കോ മാത്രമാണ് നമ്മൾ കൊടുക്കേണ്ടി വരാറുള്ളൂ. ബാക്കിയുള്ളവരൊന്നും സെക്കുലറൊന്നും ആയിട്ട് വരണവരാവില്ല. എങ്ങനെയെങ്കിലും കല്യാണം നടന്നാൽ മതി വെച്ചിട്ട് വരുന്നവരോ. അപ്പം നമ്മളവരോട് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ട് അവരെ ഒഴിവാക്കുകയാണ് ചെയ്യാം. അപ്പം ചില ആളുകൾ പൈസ അടച്ചിട്ട് വരുന്ന ആളുകൾ നമ്മൾ സെക്കുലർ അല്ലാന്ന് നമുക്ക് ബോധ്യപ്പെട്ട, നമ്മൾ ഫേസ്ബുക്ക് പരിശോധിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംസാരത്തിനോ നമുക്ക് ബോധ്യപ്പെട്ട നമ്മൾ ആ പൈസ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ്. കാരണം നമുക്കിതൊരു ബിസിനസ്സായിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ഫീ 100 രൂപയാണ്. ഫസ്റ്റ് വരുന്ന ആളുകളുടെ നമ്മളൊരു 500 രൂപ വാങ്ങുന്നുണ്ട്. പിന്നെ നമ്മൾ കോൺടാക്ട് ഡീറ്റെയിലിന് 100 രൂപ വെച്ചിട്ടാണ് വാങ്ങിക്കുന്നത്. അപ്പം നമ്മൾ ഇത് അടച്ചു വരുന്ന ആളുകൾ നമ്മൾ സെക്കുലർ അല്ലാന്ന് നമുക്ക് തോന്നല്ലോ. അപ്പം നമ്മൾ അവർ ഫേസ്ബുക്ക് പരിശോധിക്കുമ്പോഴൊക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നപ്പോൾ ഈ നിങ്ങളുടെ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള പാർട്ട്നേഴ്സിനെ കണ്ടെത്തുന്ന ആ റേറ്റിൽ എന്തെങ്കിലും വ്യത്യാസം കുറയുകയോ കൂടുകയോ ചെയ്തോ? അതിൽ വ്യത്യാസം എന്ന് പറഞ്ഞാലേ, മറ്റത് ഇവർക്ക് ഒരുപാട് കോൾ വരുമ്പോൾ അതിന്ന് അവർക്ക് പറ്റിയ ആളുകളെ സെലക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. ഇപ്പം അതില്ല. പല കോളുകൾ അവർ എടുക്കാൻ പറ്റില്ല. അതായത് പല ജെനുവിൻ ആയിട്ടുള്ളത് മിസ്സാവും. അപ്പൊ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് വിളിച്ചത് ഇല്ല. ഇപ്പൊ എന്ന് പറയുമ്പോൾ ഇവർക്ക് ഒരു ദിവസം ചിലപ്പോ 1 കോളോ 2 കോളോ അല്ലെങ്കിൽ 5 ഇത്രയൊക്കെയാണ് വരുള്ളൂ. അപ്പോൾ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തു. ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തു. പിന്നെ നമ്മളത് ഒരു സെക്കുലറാണ് ഒരു വട്ടം ഉറപ്പ് വരുത്തിയിട്ടാണ്. പിന്നെ നമ്മൾ വരുമ്പോൾ പിന്നെ കൂടുതൽ സമയം എടുക്കാറില്ല. നമ്മൾ പിന്നെ ചോദിക്കുമ്പോൾ ഒരു വട്ടം നമ്മൾ സ്ക്രീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചോദിക്കുമ്പോൾ നമ്പർ കൊടുക്കാറുണ്ട്. ആ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നമുക്ക് അവർ സെക്കുലർ അല്ലാന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കണ്ടിട്ടോ അല്ലെങ്കിൽ അവരുടെ സംസാരത്തിനൊക്കെ നമ്മളെല്ലാവരും അവരുടെ ഈ ഫേസ്ബുക്ക് ഇതൊക്കെ നോക്കി പാട്രോളിംഗ് ഒക്കെ നടത്തി ഇവർ സെക്യുലർ ആണോ അല്ലയോ എന്നുള്ള അതൊക്കെ ചെയ്യുന്നത് ആരാണ്? അത് ഞാനാണ്. ആണ്, നമ്മളാണ് അതിൻ്റെ പിന്നിൽ. ശരി. അപ്പോൾ ഇതിന് ഒക്കെ ഇനി അതിനും ചിലപ്പോൾ നമുക്കൊരു സ്റ്റാഫിനെയൊക്കെ വെക്കേണ്ടി വരുമല്ലേ? അത് എനിക്ക് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഞാൻ സ്വയം ചെയ്യണം. അത് ശരി. കാരണം ഇത് ഇത്രയും കാലം നടത്തിയിരുന്നത് ഞാനാണ്. അങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ഫേക്ക് ചെയ്തുകൊണ്ട് ആളുകൾക്ക് സെക്യുലർ ആണ് എന്ന് തോന്നിപ്പിച്ചൊക്കെ വേണമെങ്കിൽ ഇതിലേക്ക് ചെയ്യാം. നമുക്ക് ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. അങ്ങനെ ചെയ്യില്ല.
ഇപ്പം നമ്മളെ കൊണ്ട് പരമാവധി നമ്മളതിൽ ജെനുവിനിറ്റി പുലർത്താൻ നോക്കാറുണ്ട്. നമ്മൾ അവരോട് ഇപ്പോൾ ഫേസ്ബുക്കിൽ പോസ്റ്റുകളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ അവരോട് സംസാരിക്കും. അപ്പോൾ ചിലവരോ സംസാരത്തിൽ നമുക്ക് മനസ്സിലാവും അവർ സെക്കുലറൊന്നും അല്ല, ഒരു കല്യാണത്തിന് വേണ്ടി വന്നതാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഇതിലൊരു മെസ്സേജ് പങ്കുവെക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ. അതായത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ജീവിതത്തിൻ്റെ ഇടയിൽ മതം വലിയൊരു പ്രശ്നം തീർക്കുന്ന സംഗതിയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു എലമെൻറ്റിനെ ഡയറക്റ്റായിട്ട് നിങ്ങൾ ഹിറ്റ് ചെയ്ത് അവർ മതം വല്ലാതെ തലയിൽ പിടിച്ച് കൊണ്ടു നടക്കുന്ന ആളുകളാണോ അല്ലേ എന്ന ഒരു ലിറ്റ്മസ് ടെസ്റ്റ് നടത്തി അവരെ ആണ് അല്ലെങ്കിൽ അല്ല എന്ന് പറയുന്ന ഒരു പണി മാത്രമാണ് നിങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ബേസിക്കലി. അതല്ലാതെ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ പരിചയപ്പെടുന്ന ആളുകൾ അവർ കൂടുതൽ സംസാരിച്ച് കഴിഞ്ഞ് അതിൽ കൂടുതൽ അടുത്ത് കഴിയുമ്പോൾ ബാക്കിയുള്ള ആംഗിൾ, അതായത് ഈ സെക്യുലർ ആവുക എന്ന് പറയുന്നതോടുകൂടി മതമില്ലാതെ ആകുന്നതോടുകൂടി നല്ല മനുഷ്യനാവാനൊന്നും പോകുന്നില്ല. ഈ മതത്തിൻ്റെ ഇൻഫ്ലുവൻസിലുള്ള ഒരുപാട് എലമെൻറ്റ്സ് വേറെ ഉണ്ട്. ഇപ്പോൾ മതം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട സംഗതിയാണ് ഈ പാട്രിയാർക്കൽ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ അതും ഇതിൽ നിന്ന് പുറത്ത് കടക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നൊക്കെ അതൊക്കെ അറിയേണ്ട ബാധ്യത ഈ വ്യക്തികൾക്കാണ്. അത് അവർ പരസ്പരം നോക്കിയും കണ്ടും ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക, സമയമെടുത്ത് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ? അങ്ങനെയാണ്. ഇപ്പം ഇതിൽ തന്നെ നമ്മൾ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, ഇപ്പോഴാണ് ഈ രീതിയിൽ നമ്മൾ കുറച്ച് സ്ക്രീനിങ് ചെയ്തു തുടങ്ങിയത്. മറ്റേത് സ്ക്രീനിങ് ചെയ്യാനുള്ള ഒരു അവസരമില്ല. ഒരു 8 വർഷമായിട്ട് നമ്മളിത് സൗജന്യമായിട്ട് നടത്തുന്ന ഒരു കൂട്ടായ്മയാണ്. എൻ്റെ ഒരുപാട് സമയം അതിന് വേണ്ടി ചിലവായിട്ടുണ്ട്. ഇപ്പം എനിക്ക് ഇപ്പോഴും അതിലൊരു സ്ഥിര ജോലി ഇല്ല, ഒരു സ്ഥിര വരുമാനം ഇല്ല, സ്റ്റേബിൾ അല്ല. എൻ്റെ ഒരു ജെനുവൻ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഇതൊരു നല്ല സാധ്യതയുള്ള ഒരു സംഗതിയാണ്. ഞാൻ അന്നും ആദ്യം ഇത് നമ്മൾ പരിചയപ്പെട്ടപ്പോഴും പറഞ്ഞ കാര്യമാണ്, ഇപ്പോഴും ഞാൻ ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്കറിയാം ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ ഈ മാട്രിമോണിയൽ അഡ്വർടൈസ്മെൻറ്റ്സ് എന്ന് പറയുന്നത് പല രീതിയിൽ ട്രോൾ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സാധനമാണ്. കേട്ടിട്ടുണ്ടാവും അല്ലേ? കുട്ടികളുണ്ടാക്കുന്ന മെഷീൻസ് ആയിട്ടൊക്കെ സ്ത്രീകളെ ചിത്രീകരിക്കുന്ന ചില പരസ്യങ്ങളൊക്കെ വന്നത് കണ്ടു കാണും. ഈ അടുത്താണത് വന്നത്. അതുപോലെ തന്നെ നായർ മാട്രിമോണി, ചാവറ മാട്രിമോണി, അതുപോലെ വേ ടു നിക്ക, ഇങ്ങനെ പല പല പേരുകളിൽ ആ മതങ്ങളെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. മതത്തിനേക്കാൾ ഉപരി ജാതിയെ പോലും നായർ മാട്രിമോണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഇഴവ മാട്രിമോണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരിട്ട് ഹിറ്റ് ചെയ്യുമ്പോൾ, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിന് വലിയൊരു സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ അതുകൂടാതെ നമ്മൾ മനുവിനെ സൂചിപ്പിച്ച പോലെ ഇതൊരു വെറും കല്യാണം എന്നുള്ള ഒരു ഉദ്ദേശമല്ല. ഇത് വ്യക്തികൾക്ക് അവർക്ക് പാകമായ പാർട്ട്നേഴ്സിനെ കണ്ടെത്താൻ, അത് ഇൻക്ലൂഡിങ് ഈ LGBTQ കമ്മ്യൂണിറ്റിയിൽ ഉള്ള ആളുകൾക്ക് പോലും മാന്യമായ ജീവിത പങ്കാളികളെ കണ്ടെത്താനുള്ളൊരു വേദി കൂടിയാണിത്. ഇതിന് അത്രയും വലിയ സാധ്യതയുണ്ട്. അപ്പോൾ അത് ശരിയായ രീതിയിൽ അതിനെ ഒരു ബിസിനസ് വൽക്കരിച്ച് അതിന് നല്ലൊരു സർവീസ് പ്രൊവൈഡറായി മാറാനുള്ള എല്ലാ സാധ്യതയുള്ള ഒരു സംഗതിയാണെന്നാണ് അന്നും ഞാൻ പറയുന്നത്, ഇന്നും ഞാൻ പറയുന്നത് തന്നെയാണ്. അപ്പോൾ ഇതൊരു മോശം കാര്യമല്ല. ഇത് നമ്മളൊരു ഇതിലേക്ക് പൈസ ഇറക്കി ഇതിൽ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്ത് കൂടുതൽ നല്ലൊരു കാര്യം ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ നിന്ന് റിട്ടേൺ ഉണ്ടാവും. ആ റിട്ടേൺ എന്ന് പറയുന്നതിൻ്റെ പലതരം റിട്ടേൺസിൽ ഒരെണ്ണം മാത്രമാണ് സാമ്പത്തിക ലാഭം എന്ന് പറയുന്നത്. മറ്റ് പ്രധാനപ്പെട്ട റിട്ടേൺ എന്ന് പറയുന്നത് ആളുകളുടെ ജീവിതം ഇമ്പ്രൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനേക്കാൾ ഉപരി ഇങ്ങനെയും ജീവിക്കാമെന്നുള്ള മെസ്സേജ് സ്പ്രെഡ് ചെയ്യാന്നുള്ളത്, അതിന് പരസ്യം ചെയ്യേണ്ടി വരും പല രീതിയിൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് എല്ലാ ഭാവുകങ്ങളും എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ തരികയാണ്. അതിൻ്റെ ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് ഇന്ന് നമ്മളിങ്ങനെ ഒരു സംസാരം പോലും നമ്മൾ തുടങ്ങി വെച്ചത്. ഇനി എനിക്ക് മനുവിൽ നിന്ന് അറിയേണ്ടത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ആളുകൾ പരിചയപ്പെടുന്നു. അവർ ഒരു വിവാഹത്തിലേക്ക് കടന്ന് കഴിയുമ്പോൾ അവരേത് തരത്തിലുള്ള വിവാഹമാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അറിയേണ്ടത്. അതായത് ഈ സ്പെഷ്യൽ അറേഞ്ച്മെന്റ് ആക്ട് പ്രകാരമാണോ അതോ മറ്റേതെങ്കിലും രീതിയിലാണോ എന്നുള്ളത് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതുകൂടാതെ അതിനോട് ചേർത്ത് മനുവിന് പറയാൻ സാധിക്കുമെങ്കിൽ ഈ പറഞ്ഞ ഈ കുറേ നിയമങ്ങൾ പുതിയത് വന്നിട്ടുണ്ട്. അതുകൂടി എങ്ങനെയാണ് പുതിയ നിയമങ്ങൾ വന്നത് വഴി ഈ ഒരു പ്രോസസ്സ് എത്രത്തോളം സിംപ്ലിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും കൂടി ഒന്ന് പങ്കുവെക്കാമോ? നമ്മൾ തുടക്കത്തിൽ ഈ പബ്ലിക്കായിട്ടാണ് പോസ്റ്റുകൾ ഇട്ടിരുന്നത്. അപ്പോൾ ചില തുടക്കത്തിൽ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പ്രശ്നമൊന്നും പറയാൻ പറ്റില്ല, അവരുടെ ഫ്രീഡം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ കരുതാം. ഇപ്പോൾ ഇതിൽ വരുന്ന ആളുകൾ ചിലവർ വീട്ടുകാരനെ ബോധിപ്പിക്കാനൊക്കെ ആയിട്ട് അമ്പലത്തിൽ പോയി കല്യാണം കഴിക്കുക. അവർ പോസ്റ്റ് ഇടുന്ന ആളുകളൊക്കെ സെക്കുലറാണ്, കല്യാണം കഴിക്കാൻ പോകുന്ന ആളും സെക്കുലറാണ്, അതായത് നോൺ റിലീജിയസ് ആണ്. പക്ഷെ തൽക്കാലം വീട്ടുകാരായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ഫാമിലിക്ക് വൻ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുക. അതായത് ഇവർ രണ്ട് ജാതിയാണ്.
ഒരാളെ SC/ST കമ്മ്യൂണിറ്റിയിൽ പെട്ടതും ഞാനത് അങ്ങനെ പ്രശ്നമുള്ളതുകൊണ്ട് അങ്ങനെ എടുത്തു പറയാം. അപ്പോൾ ഒരു പേര് പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. പറഞ്ഞ അവർക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ പ്രശ്നം, അവരുടെ പേരല്ല, ഓക്കെ, ഇത് ഫേമസ് ആയിട്ടുള്ളൊരു പേരാ. ഓക്കെ. അപ്പൊ അവരെ ഈ സ്ത്രീനെ ബിന്ദു അമ്മിണി എന്ന് വിളിച്ചിട്ടാണ് അവരെ ആക്ഷേപിക്കുന്നത്. കാരണം ബിന്ദു അമ്മിണി ഒരു താഴ്ന്നആളാണ്, അല്ലെങ്കിൽ കറുത്തിട്ടുള്ള ഒരാളാണ്. ആ രീതിയിലൊരു ബോഡി ഷേവിങ് അത് ഇവരുടെ ഫാമിലിയുടെ ഭാഗത്തു നിന്ന് അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അവരുടെ പേര് ഞാൻ പറയുന്നില്ല. അപ്പൊ അങ്ങനെ അവരെ ജോലി നഷ്ടപ്പെടേണ്ട അവസ്ഥ. ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനത്തിലേക്കായിരുന്നു, സ്ഥിരം ജോലിയല്ല, എന്നാലും ഇവര് അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കിയിട്ടൊക്കെ ഈ കല്യാണം കഴിഞ്ഞതിന്റെ ഭാഗമായിട്ട് അവര് കുറച്ച് ഫേമസ് ആയ ആളുകളുമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആരുടെയും പേരുകളൊന്നും പരാമർശിക്കുന്നില്ല. കുറച്ച് സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകളാണ്. ഇവര് വീട്ടുകാരുടെ സമ്മതത്തിലല്ല ഇങ്ങനെ ചെയ്തത്, പക്ഷെ ഇവരുടെ ഒരു വേറെ കുറച്ച് റിലേറ്റീവ്സ് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് അങ്ങനെ അവരങ്ങനെ ചെയ്തതാണ്. അപ്പൊ ഇങ്ങനെ നമ്മളുടെ മുമ്പിൽ ഇങ്ങനത്തെ കുറച്ച് ഇത് വന്നപ്പോ അപ്പൊ പിന്നെ നമ്മൾ കുറച്ച് നമ്മളെ നിയമാവലിയിൽ ഞാൻ എഴുതി ചേർത്ത് തുടങ്ങി. കാരണം ഇത് നമ്മളുടെ ഒരു ബാധ്യതയാണല്ലോ. അപ്പോൾ ആളുകൾ ഇങ്ങനെ ഇവരുടെ കല്യാണം ഇങ്ങനെ അമ്പലത്തിൽ വെച്ച് നടന്നത് കണ്ടല്ലോ എന്നൊക്കെ വന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു പ്രശ്നമാണല്ലോ. നമുക്ക് അവർ തടയാനൊന്നും പറ്റില്ലെങ്കിൽ കൂടി. അപ്പോൾ നമ്മൾ ഇതിൽ വെച്ചു, മതപരമായ ഒരു ചടങ്ങുകളും നിങ്ങളുടെ വിവാഹത്തിൽ പാടുള്ളതല്ല. അങ്ങനെ തയ്യാറുള്ളവർ മാത്രം ഈ പ്ലാറ്റ്ഫോമിലേക്ക് വന്നാൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ നിബന്ധന വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം കഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമോ അല്ലെങ്കിൽ മതപരമായ ചടങ്ങില്ലാത്ത മറ്റുള്ള ജനറൽ ആയിട്ടുള്ള രീതിയിലോ നിങ്ങൾക്ക് വിവാഹം കഴിക്കാം. അതല്ലെങ്കിൽ ലിവിങ് ടുഗദറായിട്ട് ജീവിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മറ്റുള്ള രീതിയിൽ നിങ്ങൾക്ക് ജീവിക്കാം. അതായത് നമ്മൾ നിങ്ങളുടെ ഒരു സ്വകാര്യ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുന്നില്ല. പക്ഷെ ഒരു തരത്തിലും മതപരമായിട്ടുള്ള രീതിയിൽ വിവാഹം കഴിക്കില്ല എന്ന് ഉറപ്പ് തരുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ പോസ്റ്റ് നമ്മൾ പേജിൽ ഇടാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് ഇവർ പാലിക്കുന്നുണ്ടോ? അങ്ങനെ പിന്നെ നമ്മളത് അങ്ങനെ പറഞ്ഞ് തുടങ്ങിയതിന് ശേഷം നമുക്ക് എല്ലാവരും സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം കഴിക്കുന്ന ആളുകൾ മാത്രമാണ്. അപ്പൊ ചിലവർ വന്നിട്ട് നമ്മളോട് ചോദിക്കും, ആ അപ്പുറത്തെ ആളുകൾക്ക് കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾ നടത്തിക്കോട്ടെ. അപ്പൊ തന്നെ ഞാൻ ആ പോസ്റ്റ് ഒഴിവാക്കുകയാണ്. ഞാൻ പിന്നെ ഒരു ചാൻസ് എടുക്കാൻ എനിക്ക് വയ്യ. കാരണം നമ്മളിങ്ങനെ ഒരു മാട്രിമോണി അല്ല, നമ്മളിങ്ങനെ ഒരു കൂട്ടായ്മ നടത്തിയിട്ട് അതിലൂടെ വീണ്ടും ഇത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് നെഗറ്റീവാണ്. അപ്പൊ നമ്മൾ അങ്ങനെ മറ്റുള്ളവർക്ക് സമ്മതം ഉണ്ടെങ്കിൽ അങ്ങനെ നടത്തിക്കോട്ടെ എന്ന് ചോദിക്കുന്ന ആളുകളുടെ പോസ്റ്റ് പിന്നെ നമ്മൾ പരിഗണിക്കാറേ ഇല്ല. ആ രീതിയിലാണ് ഇപ്പൊ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് ശേഷം വന്നിട്ടുള്ള ആളുകളൊക്കെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരോ ഇപ്പൊ അടുത്തൊരു അത് മുസ്ലിം സമുദായത്തിൽ പെട്ട ഒരു പെൺകുട്ടിയാണ്, ലിബറലാണ്, ഫ്രീ തിങ്കറാണ്, പോസ്റ്റ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇതിലൂടെ ഒരു പയ്യനെ കണ്ടെത്തി അവർക്ക് കല്യാണം കഴിക്കാൻ യാതൊരു നിർവാഹവും ഇല്ല. കാരണം വീട്ടിൽ ചിലപ്പോൾ സമ്മതിക്കുന്നുണ്ടാവില്ല, അവരൊരുമിച്ച് ജീവിക്കുകയാണ്. മേ ബി അതൊരു ഡേറ്റിംഗ് പോലെ ആയിരിക്കാം, ഒരു ലിവിങ് ടുഗദർ. കാരണം എന്നോട് പറഞ്ഞു കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ നിങ്ങളെ സന്തോഷം അറിയിക്കുകയാണ്. പെട്ടെന്ന് പോസ്റ്റ് ഇടാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, എന്നാലും ഞങ്ങളങ്ങനെ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതും ഒരു സന്തോഷം, ഒരു പങ്കുവെക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണല്ലോ. അപ്പോൾ അവരുടെ പോസ്റ്റ് ഒന്നും നമുക്ക് തൽക്കാലം ഇടാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പം അങ്ങനെയുള്ള ആളുകളുണ്ട്. അതായത് ഇത് ഒരു വിവാഹം എന്നുള്ള രീതിയിൽ മാത്രമല്ല, അവർ വിവാഹം കഴിക്കുകയില്ലേ എന്നുള്ളതൊന്നും നമ്മളുടെ വിഷയമല്ല. കഴിക്കുകയാണെങ്കിൽ അത് ഇങ്ങനെ ആയിരിക്കണം. കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ മതപരമായ ചടങ്ങുകൾ പാടില്ല, അത്രയും അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഉത്തരം തന്ന സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ രജിസ്റ്റർ മാരേജ് എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന കാര്യമുണ്ടല്ലോ, അപ്പോൾ അതിൽ നമ്മൾ സാധാരണ ഇങ്ങനെയുള്ള ആളുകൾ ഈ കല്യാണം കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതുപോലെ ഫാമിലിയുടെ സപ്പോർട്ടില്ലാതെയൊക്കെ വരുമ്പോൾ ഇങ്ങനെ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ പോകുമ്പോൾ അവിടെ നോട്ടീസ് ബോർഡിൽ പേരെഴുതിയിടണം, അങ്ങനെയൊക്കെയുള്ള ചില നിയമങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ മാറി എന്ന് പറയുന്നു. അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ ക്ലാരിറ്റി ഒന്ന് തന്നാൽ. ഓക്കെ, അതിൽ ഒരു ചിലപ്പോൾ തെറ്റിദ്ധാരണകൾ ഉണ്ടാവാം. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് നമ്മൾ ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ പല കാര്യങ്ങളും അല്ല അതിൻ്റെ കറക്റ്റ് ആളായതുകൊണ്ടാണ് ഞാൻ നേരിട്ട് ചോദിക്കുന്നത്. ഞാൻ ഡയറക്റ്റ് അത് നടത്തി കൊടുക്കുന്ന കല്യാണം നടത്തി കൊടുക്കുന്ന ആളല്ലെങ്കിൽ കൂടി ആളുകൾ ചോദിക്കലോ, നോട്ടീസ് ബോർഡിൽ നിന്ന് ഒഴിവാക്കാനുള്ള നിയമം ഉണ്ടെന്ന് കേട്ടല്ലോ, ഇങ്ങനെയൊക്കെ നമ്മുടെ അടുത്ത് ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ അന്വേഷിക്കല്ലോ. അപ്പം നിലവിൽ ഇപ്പോഴും ആ നിയമത്തിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. അതായത് നോട്ടീസ് ബോർഡിൽ 30 ദിവസം ഇടണം. അത് ഈ ആണിൻ്റെയും പെണ്ണിൻ്റെയും ഈ എന്താ പറയുക അവരുടെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങൾ എല്ലാം അവരുടെ 2 ഓഫീസിലിടണം എന്നുള്ള രീതിയിലാണ്. അത്
ചിലയിടത്ത് ഒരു സ്ഥലത്ത് ഇടുന്നുണ്ടാവുള്ളൂ. അതൊക്കെ ഓരോ ഡിപ്പെൻഡാണ്, ഓരോരുത്തരും ഡിപ്പെൻഡാണ്. ഓക്കെ, അങ്ങനെയാണ്. അതിൽ തെറ്റിദ്ധാരണ വരാനൊരു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ഓക്കെ, അതായത് ഇപ്പോൾ ഓൺലൈനായിട്ടാണ് ആദ്യത്തെ അപേക്ഷ കൊടുക്കുന്നത്. അപ്പോൾ ഗസറ്റഡ് ഓഫീസറുടെ ഒപ്പൊക്കെ വേണം. എന്നിട്ട് പിന്നീട് ഒപ്പിടുന്ന സമയത്താണ് നമ്മൾ പോകണ്ടോ. ഈ കൊറോണയൊക്കെ വന്നപ്പോൾ വന്നിട്ടുള്ള മാറ്റമാണ്. അപ്പോൾ ഒരു പ്രശ്നം വന്നിരുന്നത് ഓൺലൈനായിട്ട് ഇവരുടെ സൈറ്റിൽ ഇവരുടെ ഫോട്ടോ പബ്ലിഷ് ചെയ്യും എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അത് ശരി. അപ്പോൾ അത് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം കുറച്ചുകൂടി ആളുകൾക്ക് ആക്സസിബിൾ ആണ്. ഓക്കെ, മറ്റേത് പ്രദർശിപ്പിക്കുന്നത് പെട്ടെന്ന് എല്ലാവരും കാണുന്നില്ല. ഇതിങ്ങനെ ഓൺലൈൻ നോക്കുന്ന എല്ലാവർക്കും അവൈലബിൾ ആണ്. അപ്പോൾ അത് കുറേ പ്രശ്നങ്ങളും അതിൻ്റെ പേരിൽ പലരും ഇടപെടലുകളൊക്കെ നടത്തിയിട്ട് ഇപ്പോഴത്തെ സർക്കാർ അത് ഒഴിവാക്കിയിട്ടുണ്ട്. അതാണ് ഒഴിവാക്കിയത്. നോട്ടീസ് ബോർഡിൽ ഇടുന്നത് ഇപ്പോഴും ഉണ്ട്. ഓൺലൈനായിട്ട് ഇടേണ്ടതില്ല എന്ന് അതായിട്ട് ബന്ധപ്പെട്ട വകുപ്പെന്ന് ഉത്തരവുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും അപ്പോൾ ഇതുപോലെ മതമില്ലാതെ രണ്ടാളുകൾ അവരുടെ ഫാമിലിയിലെ സപ്പോർട്ടില്ലാതെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് വന്നാൽ അവർക്ക് നിലവിൽ ഏറ്റവും നല്ലത് ലിവിങ് ടുഗദറാണ്. അതെ. ഓക്കെ, ഇതെനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടാവുന്ന ഒരു വിവരമാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ലിവിങ് ടുഗദറായിട്ട് ബന്ധപ്പെട്ടിട്ട് ആളുകൾക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ട്. അതായത് ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞാൽ ഒരു മാസം 2 മാസം നമ്മൾ പരീക്ഷയിലൊക്കെ ഉപേക്ഷിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ പലർക്കും നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഉദാഹരണങ്ങൾ ഇപ്പോൾ മൈത്രായനും ജയശ്രീ, അവർ എത്രയോ കാലം ലിവിങ് ടുഗദറായിട്ട് ഒരുമിച്ച് ജീവിച്ച് മക്കളുണ്ട്. അപ്പോൾ ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഒരു കുറേ തെറ്റായ കൺസെപ്റ്റ് ഉണ്ട്. ശരിക്ക് നമ്മുടെ മാരേജിൽ ഒരു കോൺട്രാക്ട് ഒപ്പിടും. അതായത് ഈ 2 വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കാൻ ലീഗലി ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട്, അത് സ്പെഷ്യൽ മാരേജ് ആക്ട് ആണെങ്കിൽ അങ്ങനെ, മതപരമായിട്ടുള്ള ആണെങ്കിൽ അങ്ങനെ ഒപ്പിടും. ആ ഒരു കോൺട്രാക്ട് ഒപ്പിടുന്നില്ല എന്നുള്ള വ്യത്യാസം മാത്രമേ ലിവിങ് ടുഗദറിലുള്ളൂ. അത് വേറെ ലീഗൽ ഒബ്ലിഗേഷൻസ് ഒന്നുമില്ല. അത്രേ ഉള്ളൂ. അത് മറ്റേതായിട്ട് വ്യത്യാസമോ അങ്ങനത്തെ ഒന്നുമില്ല. ഏറ്റവും കൂടുതൽ ഞാൻ പറയണത് വ്യക്തി സ്വാതന്ത്ര്യം കൂടുതലുള്ളത് ലിവിങ് ടുഗദർ എന്നുള്ളൊരു സാധനത്തിനാണ്. മാരേജ് ഏത് തരത്തിലുള്ള മാരേജ് ആണെങ്കിൽ പോലും അതിലൊരു പാട്രിയാർക്കൽ സ്വഭാവം വരുന്നുണ്ട്. അതായത് ഭർത്താവാണ് അധികാരി. അത് ഈ സെക്യുലർ മാട്രിമോണിയുടെ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഇവർ ജാതി മതം ഇല്ലാത്ത ആളുകളാണ്. പക്ഷെ സംസാരിച്ച് വരുമ്പോൾ എന്താ പറയുക, ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ്, നീ ഞാൻ പറയണത് കുറച്ചെങ്കിലും ഒന്ന് കേൾക്കണം. അല്ലെങ്കിൽ അപ്പം അതിലൊരു തടി കൂടിയിട്ടുള്ളൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പയ്യൻ്റെ പോസ്റ്റ് ഇട്ടിട്ട് ഈ പെൺകുട്ടി കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ അവർ ഓക്കെയാണ്, കുറേ ഓക്കെ ആയിരുന്നു. പക്ഷേ തടി കുറയ്ക്കാൻ അവർ സജസ്റ്റ് ചെയ്യുക, അവരുടെ വീട്ടുകാരും ഇവർ സജസ്റ്റ് ചെയ്യുക. അപ്പോൾ അവൾക്കത് ഭയങ്കര ഡിസ്കംഫർട്ട് തോന്നി. അവളാ ഇത് ഉപേക്ഷിച്ചു. അതായത് ആ ഒരു റിലേഷൻ വേണ്ടെന്ന്. എന്നിട്ടും അവർ പറയാത്രേ, നീ ഞങ്ങളെ കല്യാണം കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, പിന്നെ ഇത് പറഞ്ഞിട്ട് ശല്യപ്പെടുത്തുകയാണ്. അതായത് അവരുടെ ഇത് നീ അങ്ങനെ ഒരു കല്യാണം കഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ കാര്യങ്ങൾ കൂടി പരിഗണിക്കണ്ടേ, അങ്ങനത്തെ ഒരു ഇത് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു പാട്രിയാർക്കൽ ലെവലിലേക്ക് പല ആളുകൾ ഇത് കൊണ്ടുപോകുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ നമുക്ക് തടയാനൊന്നും പറ്റിയില്ലെങ്കിലും നമ്മൾ ആ നിയമാവലിയിൽ ഒരു കാര്യം കൂടി ചേർത്തു. 2 കാര്യം പറയുന്നത്, ഒന്ന് ജാതി മതവിശ്വാസങ്ങൾ ഒന്നുമില്ലാത്ത ആളുകൾക്കുള്ള പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾ മതാചാരങ്ങളില്ലാതെ വിവാഹം കഴിക്കാൻ പറ്റുകയാണെങ്കിൽ, അല്ല വിവാഹമല്ല മതാചാരങ്ങളില്ലാത്തുള്ള തരത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ മാത്രം ഈ ഒരു കൂട്ടായ്മയിലേക്ക് വന്നാൽ മതി എന്നുള്ള ഒന്നാമത്തെ നിയമം. 2ാമത്തെ നിയമം, അപ്പുറത്തെ ആളുകളെ വ്യക്തികളായിട്ട് പരിഗണിക്കുന്ന ആളുകൾ മാത്രം ഈ ഒരു കൂട്ടായ്മയിലേക്ക് വന്നാൽ മതി. അവർ വ്യക്തികളാണ്, അവർക്ക് അവരുടേതായിട്ടുള്ള വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പരിഗണിക്കുന്ന ആളുകൾ മാത്രം ആ രീതിയിൽ നമ്മൾ അതിൻ്റെ നിയമാവലിയിൽ നമ്മൾ എഴുതി ചേർത്തു. നമുക്ക് കൺട്രോൾ ചെയ്യാനൊന്നും പറ്റിയില്ലെങ്കിൽ നമുക്ക് പറഞ്ഞല്ലോ എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. എന്നാലും കൂടുതൽ ആളുകളെ ശ്രദ്ധിക്കുന്നുണ്ടാവും അല്ലേ? ഉണ്ട്. ഇപ്പോൾ ചിലവർ വന്ന് ചില കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പോഴായാലും നമ്മൾ ചെറിയ ഫീസ് വെക്കുന്നുണ്ട്. അപ്പോൾ അവര് ശരിയായ രീതിയിൽ പ്രതികരിക്കുന്നില്ല. ആദ്യം അവർ വിളിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ വിളിക്കുന്നില്ല. ഇത് എങ്ങനെ ശരിയാവുക എന്ന് ചോദിക്കും. അപ്പം ഞാൻ അവരോട് പറയണതേ, ഇത് നിങ്ങൾ വിചാരിക്കണ പോലെയല്ല, മറ്റു മാട്രിമോണികളെ പോലെയല്ല ഞാൻ നടത്തുന്നത്. ഇവിടെ ഫീസ് വെച്ചത് തന്നെ ഈ പോസ്റ്റ് ഇടുന്നവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. അവർക്ക് അനാവശ്യ കോളുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് പ്രതികരിക്കാൻ താല്പര്യമില്ലെങ്കിൽ അവർ പ്രതികരിക്കില്ല. അത്രേ ഉള്ളൂ. അതല്ലാതെ നിങ്ങൾ ഇത് തന്നു അതുകൊണ്ട് അവർ നിർബന്ധമായിട്ടും നിങ്ങൾ പറയുന്ന ഇതിനൊക്കെ അവർ മറുപടി തരണമെന്നൊന്നുമില്ല. ഓക്കെ, അതായത് ആ ചോദിക്കുന്ന ആളുടെ ചോദ്യങ്ങൾക്കനുസരിച്ചിരിക്കും കാര്യങ്ങൾ. അവരുടെ കംഫർട്ടാണ്. ഇത് മുന്നോട്ട് പോകണോ, അല്ലെങ്കിൽ ചിലവരിത് വേണ്ടാന്ന് പറയില്ല,
ചിലർ പറയുന്നത് അവർക്ക് എന്ന് വെച്ചാൽ വേണ്ടാന്ന് പറഞ്ഞൂടെ, അത് പറയില്ല ചിലർ, അത് അവരുടെ കംഫർട്ടല്ലേ. ശരി, ഓക്കെ. അപ്പോൾ എന്തായാലും ഇത് എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾ എന്തായാലും ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത്തരം നിയമങ്ങൾ ഇതുപോലെ തന്നെ എഴുതി വെച്ചതുകൊണ്ട്, ഇതുപോലെ ഇപ്പോൾ ഈ പറഞ്ഞ നിയമം ആ ക്ലാരിഫിക്കേഷൻ എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്ക് ഗുണം ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. മറ്റെന്തെങ്കിലും പുതിയ നിയമങ്ങൾ ഈ പറയുന്ന ഇതുപോലുള്ള വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ ഈ അടുത്ത കാലത്തായിട്ട് വല്ലതും വന്നിട്ടുണ്ടോ? നിലവിൽ സർക്കാർ ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട് ഇപ്പോൾ നിലവിലുള്ള സർക്കാർ. ഓക്കെ. അത് ആക്റ്റീവ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എന്നാലും കളക്ടർമാർ വഴിയാണ് ആ സർക്കുലർ എല്ലാ ജില്ലാ കളക്ടർമാർക്കും അയച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ കുറച്ചുകൂടി ഇതൊരു ഒഫീഷ്യലാണെന്നാണ് വിചാരിക്കുന്നത്. അതായത് ഈ വിവാഹം കഴിക്കാൻ മുമ്പൊരു പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മൾ ഒന്നുകിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം നമ്മൾ വിവാഹം കഴിക്കണം. അത് 30 ദിവസത്തെ ഗ്രേസ് പീരീഡ്. ഇപ്പോൾ നേരത്തെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നോട്ടീസ് പീരീഡിൽ 30 ദിവസം ഈ സാധനം പ്രദർശിപ്പിക്കും. അത് പല ആളുകൾക്കും ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വീട്ടിൽ പൂട്ടിയിടുക, ഭയങ്കര മാനസിക പ്രശ്നങ്ങളും അല്ലെങ്കിൽ ചിലപ്പോൾ കൊലപാതകത്തിൽ എത്തണ വരെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പലർക്കും പ്രശ്നമാണ്. അപ്പോൾ ഈ 30 ദിവസത്തെ പീരീഡ് പലർക്കും പ്രശ്നമാണ്. ഇത് എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും കല്യാണം നടത്താൻ പറ്റുമോ എന്നുള്ളതാണ് പലരും ചോദ്യം. ഇപ്പോൾ പലരും അമ്പലത്തിൽ പോയി കല്യാണം കഴിക്കണത് വിശ്വാസം ഉണ്ടായിട്ടല്ല. അമ്പലത്തിലാണെങ്കിൽ അവർ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും, അതുകൊണ്ട് ഈ പഞ്ചായത്തിൽ പോയാൽ 2-3 ദിവസത്തിനുള്ളിൽ കാര്യം ശരിയാവും. ഈ ശ്രീനാരായണ ഗുരു അമ്പലങ്ങളിലൊക്കെ അങ്ങനെ നടത്തി കൊടുത്തിരുന്നു. എന്നിട്ട് അതുപോലും ഒഴിവാക്കി. അതും വാലിഡിറ്റി ഇല്ല എന്നുള്ള രീതിയിൽ ആണ് കുറെ കാലം മുന്നോട്ട് പോയിരുന്നത്. ഒന്നുകിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യണം, അല്ലെങ്കിൽ ഹിന്ദു മാരേജ് ആക്ട്, അല്ലെങ്കിൽ മുസ്ലിം മാരേജ് ആക്ട്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ മാരേജ് ആക്ട്, ഏതെങ്കിലും മതപരമായ ആക്ടോ അല്ലെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്ടോ ഇതാണെങ്കിലേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് കുറച്ച് കാലം മുന്നോട്ട് പോയിരുന്നത്. അപ്പൊ അതിൽ മുമ്പ് അങ്ങനെ ആയിരുന്നില്ല, പക്ഷെ പിന്നീട് അങ്ങനെ ആക്കി. ശ്രീനാരായണ ഗുരു അമ്പലത്തിൽ നടത്തുന്ന കല്യാണങ്ങൾ പോലും എടുക്കാതെ, കാരണം അവിടെ 2 വ്യത്യസ്ത മതങ്ങളാണ്, അവിടെ മതം മാറ്റുന്നില്ല. അപ്പൊ അതുപോലും എടുക്കാതെ, കാരണം സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ചെയ്താലേ നടക്കുള്ളൂ എന്നായി. ഈ അടുത്ത് ഒരു ഉത്തരവിട്ടു, സർക്കാരിന്റെ ഒരു സർക്കുലർ വന്നിട്ടുണ്ടായിരുന്നു. അത് ആക്റ്റീവ് ആയിട്ടുണ്ടോന്ന് അറിയില്ല. ഇങ്ങനെയാണ് ഇത്: 2 വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ സ്പെഷ്യൽ മാരേജ് ആക്ടോ അല്ലെങ്കിൽ മറ്റുള്ള മാരേജ് ആക്ടോ ഒന്നും വേണമെന്നില്ല. അവരിപ്പോൾ ഏതെങ്കിലും ഒരു ഓഡിറ്റോറിയത്തിലോ അല്ലെങ്കിൽ ഒരു ഹാളിലോ, ഈ പഞ്ചായത്തിൽ പോയിട്ട് അവിടെ വെച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാലും അതായി. നമ്മളെ ഏതെങ്കിലും ഒരു ഗസറ്റഡ് ഓഫീസറോ സ്ഥലം MLA യോ MP യോ ആരുടെയെങ്കിലും ഒരു സാക്ഷ്യപ്പെടുത്തലും കൂടി ഉണ്ടെങ്കിൽ, സാധാരണ ഇപ്പോൾ ഹിന്ദു മാരേജ് ആക്ടും മുസ്ലിം മാരേജ് ആക്ടും ക്രിസ്ത്യൻ മാരേജ് ആക്ടും ചെയ്യുന്ന പോലെ ഒരാഴ്ചക്കുള്ളിൽ പഞ്ചായത്തിൽ പോയി കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം എന്നുള്ള രീതിയിൽ നിയമം നിലവിലൊരു ഉത്തരവ് വന്നിട്ടുണ്ട്. അത് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടോ എന്നറിയില്ല. അത് പ്രാബല്യത്തിൽ എത്രയും പെട്ടെന്ന് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ചിലവരത് ആക്റ്റീവ് ആയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോഴും ഓഫീസിൽ ചെല്ലുമ്പോൾ ഇത് ആക്റ്റീവ് ആയിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നേരത്തെ നമ്മൾ ചോദിച്ച ആ ഒരു കാര്യത്തിൽ ആ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരമാവും തോന്നുന്നു ഈ 30 ദിവസത്തെ നോട്ടീസ് പീരീഡ് എന്ന് പറയുന്ന സംഗതിക്ക്. അതെ അല്ലേ? ശരിക്കും 30 ദിവസത്തെ നോട്ടീസ് പീരീഡ് ഇവരൊരു വിവാഹ തട്ടിപ്പുകാരനാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഒരു സാധനം മാത്രമായിരുന്നു. അത് യഥാർത്ഥത്തിൽ വലിയ പ്രശ്നമുള്ള സാധനം ഒന്നല്ല. ഇയാൾ മുമ്പ് വേറെ വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന് ആരെങ്കിലും വന്ന് റിപ്പോർട്ട് ചെയ്താൽ മാത്രം അത് നടക്കാതിരിക്കുള്ളൂ. അല്ലാതെ അച്ഛനമ്മയും വന്നിട്ട് വിവാഹം നടക്കില്ല എന്നൊന്നും പറഞ്ഞാലൊന്നും അത് ക്യാൻസൽ ആക്കാനുള്ള ഒരു വകുപ്പില്ല. പക്ഷെ ഇന്നിപ്പോ സംഭവിക്കുന്നത് ആ കുട്ടികളെ പിടിച്ച് പൂട്ടിയിടുക എന്നുള്ളതാണ്. അങ്ങനത്തെ പ്രശ്നമുണ്ട്. അപ്പൊ അതിന്ന് ഒരു പരിധിവരെ മാനസിക പ്രശ്നങ്ങളിൽ നിന്നും അങ്ങനത്തെ സംഘർഷങ്ങളിൽ നിന്നും ഒരു പരിധിവരെ ഇങ്ങനത്തെ നിയമങ്ങൾ ഗുണം ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പൊ അടുത്ത് വന്നിട്ടുള്ളൊരു സാധനം, അതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവാം, പക്ഷെ അത് കുറച്ചുകൂടി നല്ലതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ സാമ്പത്തിക സംവരണം ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കുറെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അത് സംവരണം എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ, ജാതി അല്ലെങ്കിൽ നമ്മള് സോഷ്യൽ സ്റ്റേറ്റസ് വെച്ചുകൊണ്ട് അങ്ങനെ കൊടുക്കേണ്ട ഒരു സാധനമാണ്. അത് സാമ്പത്തികമായിട്ട് യാതൊരു ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പൊ അതിലും എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുമ്പോൾ അതൊരിക്കലും സാമ്പത്തികമായിട്ട് കണക്ട് ചെയ്ത് ചെയ്യേണ്ട സാധനം അല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അത് പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. എന്നിരുന്നാൽ പോലും അവിടെ ഒരു പ്രധാനപ്പെട്ട വൻ പ്രശ്നം ഉണ്ടായിരുന്നു. അത് നമ്മുടെ കൂട്ടായ്മയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്മിനല്ല, എന്നാലും നമ്മളുടെ മതമില്ലാത്ത ജീവിതങ്ങളുടെ കൂട്ടായ്മയിലുള്ള ഒരു ക്രിസ്റ്റോ എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനുണ്ടായിരുന്നു. അപ്പൊ ആളുടെ മക്കളുടെ സർട്ടിഫിക്കറ്റിൽ ജാതി മതം ഇല്ല എന്ന് പറഞ്ഞിട്ട് ആണ് ചേർത്തിരുന്നത്. അപ്പോൾ അതായത് ഇവർ 2 വ്യത്യസ്ത മതങ്ങളാണ്. മക്കൾ അരവിന്ദ് അങ്ങനെ ഉണ്ട്, 2 മക്കളുണ്ട്. അപ്പോൾ അവരുടെ സർട്ടിഫിക്കറ്റിലൊന്നും ജാതി മതമില്ല. ഇവർ സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളുകളാണ്. വാടക കൊടുക്കാൻ പോലും പൈസ വളരെ
ബുദ്ധിമുട്ടിയിട്ടാണ് അവർ കൊടുത്തിരുന്നത്. അപ്പോൾ സാമ്പത്തിക സംവരണത്തിന് പോയി അപേക്ഷിച്ചു, EWS സംവരണം കിട്ടാൻ റിജക്റ്റ് ചെയ്തു. കാരണം പറഞ്ഞത് ഇവരെ അതായത് നമ്മൾ ജനറൽ എന്ന് പറഞ്ഞ കാറ്റഗറി ഇല്ലേ, ഇപ്പോൾ ക്രിസ്ത്യൻ അല്ലെങ്കിൽ ഹിന്ദു, സംവരണം ഇല്ലാത്ത ജനറൽ എന്ന് പറഞ്ഞ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് മാത്രമാണ്, ഉന്നത ജാതി ആളുകൾക്ക് മാത്രമാണ് സാമ്പത്തിക സംവരണം കൊടുക്കാൻ നിയമപരമായിട്ട് പറ്റിയിരുന്നുള്ളൂ. ജാതി മതമില്ലാന്ന് പറഞ്ഞ ആൾ ഉന്നത ജാതി അല്ല, അപ്പൊ അവർക്ക് അത് കൊടുക്കാൻ പറ്റില്ല എന്നായിരുന്നു. ഇവരതിനു വേണ്ടി ഫൈറ്റ് ചെയ്തിട്ട് ഇപ്പോഴത്തെ കേരള സർക്കാർ ഇപ്പൊ ഒരു സർക്കുലർ ഇറക്കി. അതും പ്രാബല്യത്തിൽ വന്നോ എന്ന് എനിക്കറിയില്ല. എല്ലാ കളക്ടർമാർക്കും അതിന്റെ ഉത്തരവ് പോയിട്ടുണ്ട്. സർട്ടിഫിക്കറ്റിൽ ജാതി മതമില്ല എന്ന് പറയുന്ന ആളുകളും ഈ EWSന്റെ പരിധിയിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ട് ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. ഇതിന്റെ ഒരു ഗുണമായിട്ട് ഞാൻ കാണുന്നത്, ആളുകൾക്ക് പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പൊ 2 വ്യത്യസ്ത മതത്തിൽ നിന്ന് വിവാഹം കഴിച്ചു, മക്കളെ ജാതി ഇല്ലാതെ വളർത്തി, സർട്ടിഫിക്കറ്റിലൊന്നും ജാതി മതം ഇല്ലാതെ വളർത്തി. ഇവർക്ക് സംവരണം അങ്ങനത്തെ ഒരു കാര്യം അവർക്ക് കിട്ടുന്നില്ല. അവർ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുകയാണെങ്കിൽ പോലും ഒന്നും കിട്ടുന്നില്ല. ചിലപ്പോൾ ജീവിതം തകർന്നു പോകും. കാരണം ഫാമിലിയുടെ സപ്പോർട്ടില്ല, ജീവിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് പലരും. ആ അവസ്ഥ മറികടക്കാനൊക്കെ മക്കളെ ജാതി മതമൊക്കെ ചേർത്ത ആളുകളുണ്ട്, വിശ്വാസം ഇല്ലാഞ്ഞിട്ട് പോലും. പക്ഷെ ഇത്തരം ഉത്തരവുകൾ ജാതി ഒഴിവാക്കിക്കൊണ്ട് ഇതിലേക്ക് വരാൻ ഒരു പ്രോത്സാഹനമാവാൻ സാധ്യതയുണ്ട്. അതിൽ എനിക്കൊരു സജഷൻ കൂടിയുണ്ട്. അത് എത്രത്തോളം പ്രാബല്യത്തിലാവുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു മനസ്സിൽ തോന്നിയിട്ടുള്ള സാധനമാണ് അത്. NRC അങ്ങനത്തെ ഒരു ആശയം ഉണ്ട് എന്ന് എനിക്ക് പല ഇതൊന്നും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സർട്ടിഫിക്കറ്റിൽ ജാതി മതം ഇല്ലാത്ത കുട്ടികൾക്ക് മറ്റുള്ളതിൽ കൊടുത്തില്ലെങ്കിലും അവരുടെ ഉന്നത വിദ്യാഭ്യാസത്തിലെങ്കിലും മിനിമം ഒരു സീറ്റെങ്കിലും അവർക്ക് അനുവദിക്കുകയാണെങ്കിൽ, മതവും ജാതിയും സർട്ടിഫിക്കറ്റിൽ വരെ ഇല്ലാത്ത ഒരുപാട് ആളുകൾ മുന്നോട്ട് വരാൻ തയ്യാറാവും. കാരണം അവരുടെ ലൈഫ്, ജീവിതം മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയും വിദ്യാഭ്യാസം മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെയാണ് പല ആളുകൾക്കും ഈ സംവരണത്തിന്റെ ആനുകൂല്യം കിട്ടാൻ വേണ്ടിയിട്ടെങ്കിലും അത് ചേർക്കേണ്ടി വരുന്നത്. അതില്ലാതെയും അവർക്ക് മാന്യമായിട്ട് ഈ സമൂഹത്തിൽ ജീവിക്കാം എന്നുള്ളൊരവസ്ഥ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ ജാതിയുടെയും മതത്തിന്റെ ഒക്കെ പ്രസക്തി തന്നെ ഇല്ലാതെയാവും. നമ്മൾ സംവരണം നിർത്തി കളയേണ്ട ആവശ്യം വരില്ല. തീർച്ചയായിട്ടും. അപ്പൊ ഈ രീതിയിലുള്ള ഒരു സജഷൻ എനിക്ക് മുന്നോട്ട് വയ്ക്കാനുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് വളരെ സ്ഫോടനാത്മകമായ ഒരു പങ്കുവെക്കലാണ് നടത്തിയിരിക്കുന്നത്. അതായത് പൊതുവിൽ നമ്മുടെ രാഷ്ട്രീയ മണ്ഡലം മുഴുവൻ ചർച്ച ചെയ്യുന്ന സാമ്പത്തിക സംവരണത്തിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച്, അത് വളരെ ദോഷമാണ് എന്നുള്ള തരത്തിലുമാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ അതിന് ഇത്തരത്തിലുള്ള ഒരു സാധ്യതയുണ്ട്. ഈ ഒരു ഉദ്ദേശമാണ് അതിനകത്ത് ഉള്ളത് എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത് വളരെ വലിയ ചർച്ചകൾ വേണ്ടി വരുന്നൊരു വിഷയമാണെന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. എന്തായാലും മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്യുലർ മാട്രിമോണി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം മുന്നോട്ട് വെക്കുന്നത് സത്യത്തിൽ 2 വ്യക്തികളെ തമ്മിൽ ഇതുപോലെ പങ്കാളികളാകാനുള്ള ഒരു വേദി എന്നുള്ളതിനേക്കാൾ ഉപരി മതം ഉപേക്ഷിച്ചുകൊണ്ട് എങ്ങനെ ഒരു മനുഷ്യരായിട്ട് ഇവിടെ ജീവിക്കാം എന്നുള്ള വലിയൊരു ആശയം കൂടിയാണ് ഇവിടെ പങ്കുവെക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇത് വെറും ഒരു ഡേറ്റിംഗ് പ്ലാറ്റ്ഫോമോ അല്ലെങ്കിൽ ഒരു മാട്രിമോണി പ്ലാറ്റ്ഫോമോ മാത്രമല്ല എന്ന ഒരു വലിയ ഒരു മിഷൻ അല്ലെങ്കിൽ അത്തരം ഒരു മെസ്സേജ്, അതാണ് നമുക്കിവിടെ നമുക്ക് പങ്കുവെച്ച് തരുന്നത്. കൂടുതൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇനിയും സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ അഭിനന്ദനങ്ങളും എല്ലാ ബെസ്റ്റ് വിഷസ് എൻ്റെ ഭാഗത്തുനിന്ന്, നമ്മളുടെ ചാനലിൻ്റെ വ്യൂവേഴ്സിൻ്റെ ഭാഗത്തുനിന്നൊക്കെ അർപ്പിക്കുകയാണ്. വീണ്ടും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകട്ടെ. നേരത്തെ സൂചിപ്പിച്ച വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റും അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്നു. അതൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. ഈ മെസ്സേജ് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ഇത് വളരെ ഉപകാരം തന്നെയാണ് എന്നാണ് എനിക്ക് അവസാനമായിട്ടും പറയാനുള്ളത്. നമ്മളോടൊപ്പം ഇങ്ങനെ ജോയിൻ ചെയ്തതിന് നന്ദിയുണ്ട്. വളരെ കഷ്ടപ്പെട്ടാണ് ഇതിനു വേണ്ടി ഓടി ഇവിടെ വരെ വന്നത്. എന്തായാലും വളരെ നന്ദി.